ഹലോ എവരിവൺ, വെൽക്കം ടു മീസ് മെക്കാനിക്കൽ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ തെർമോഡൈനാമിക്സിന്റെ തിയറി ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞു. അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലകൾ നമ്മളവിടെ കണ്ടു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകളാണ്. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് മുൻ വർഷങ്ങളിൽ ചോദിച്ച എഞ്ചിനീയറിംഗ് സർവീസിനും അതുപോലെയുള്ള എക്സാംസിനൊക്കെ ചോദിച്ച ചില മോഡൽസുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. A gas goes through a process given by PV square equal to constant. It expands from state 1 of 350 kilopascal and 0.049 meter cube to a final pressure of 150 kilopascal. Work delivered during this process in kilojoule is. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ഈ ഒരു പ്രോസസ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇക്വേഷൻ തന്നിട്ടുണ്ട്. പി വി സ്ക്വയർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോളിട്രോപിക് പ്രോസസ് ആയിട്ടാണ് ഇത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, സ്റ്റേറ്റ് 1, അതായത് ഇനീഷ്യൽ പ്രഷർ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 350 കിലോ പാസ്കൽ ആൻഡ് ഇനീഷ്യൽ വോളിയം 0.049 മീറ്റർ ക്യൂബ് ആണ് തന്നിട്ടുണ്ട്. ദെൻ it is expanding from this state to 150 kilopascal. Pressure കുറയുന്നു, വോളിയം കൂടുന്നു. So P2 is equal to 150 kilopascal. നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വർക്കാണ്. ഫോർ എനി പോളിട്രോപിക് പ്രോസസ് വർക്കിന്റെ ഫോർമുല നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. P1 V1 minus P2 V2 divided by n minus 1. This is the equation for work transfer. ഇതിൽ P1 അറിയാം, V1 അറിയാം, n ആണ് ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് n എന്നുള്ളത് 2 കിട്ടും. പി വി ടു ദ പവർ എൻ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ളതാണ് പോളിട്രോപിക് പ്രോസസിന്റെ ജനറൽ ഇക്വേഷൻ. അതിൽ നിന്ന് എന്നിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നു. n കിട്ടി. പക്ഷെ നമുക്ക് ഇവിടെ അറിയാത്ത ഒരാൾ എന്ന് പറയുന്നത് V2 ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പോളിട്രോപിക് പ്രോസസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഇക്വേഷൻ ആണ് P1 V1 ടു ദ പവർ n ഇസ് ഈക്വൽ ടു P2 V2 ടു ദ പവർ n. ഫോർ എനി പ്രോസസ്, എനി സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, P1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 350 കിലോ പാസ്കൽ ആണ്. സോ 350 ഇൻറ്റു 0.049 സ്ക്വയർ, കാരണം എൻ്റെ വാല്യൂ 2 അല്ലെ, ഇസ് ഈക്വൽ ടു P2 ഇൻറ്റു P2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 150 കിലോ പാസ്കൽ. സോ 150 ഇൻറ്റു V2 ടു ദ പവർ സ്ക്വയർ, അല്ലെങ്കിൽ V2 ടു ദ പവർ 2. ഇതിൽ നിന്ന് നമുക്ക് V2 എന്നുള്ള ഇക്വേഷൻ കിട്ടും. V2 ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് 350 ഡിവൈഡഡ് ബൈ 150 ഇൻറ്റു 0.049. 350 by 150 എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി 7/3 ആണ്. 7/3 എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് സംതിങ് ആയിട്ട് വരും. ഇപ്പൊ ഏകദേശം റൂട്ട് 2യുടെ അടുത്താണ് അതിന്റെ ആൻസർ വരിക. ഈ റൂട്ടിന്റെ ഉള്ളിലുള്ള ആള് ഇതിനെ 0.049 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 0.075 മീറ്റർ ക്യൂബ് എന്നുള്ള ഒരു ആൻസർ ആണ് കിട്ടുക. 0.075 എന്നുള്ള V2യുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. സോ വൺസ് V2 കിട്ടി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ W സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. W ഇസ് ഈക്വൽ ടു 350 ഇൻറ്റു ഇവിടെ 10�3 ചെയ്യണം. 10�3 ഇൻറ്റു ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ 10�3 ചെയ്യാൻ, കാരണം രണ്ട് സൈഡും 10�3 വരുമ്പോൾ അത് ക്യാൻസൽ ആയി പോകും. പക്ഷെ വർക്കിന്റെ ഇക്വേഷനിൽ ചെയ്യുമ്പോൾ നിങ്ങൾ അത് 10�3ലേക്ക് ചെയ്യുക. ഇനി അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ എന്തിൽ കിട്ടും, കിലോ ജൂളിൽ കിട്ടും. കാരണം നിങ്ങൾ അൾട്ടിമേറ്റ്ലി ജൂളിൽ കിട്ടിയത് ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കിലോ ജൂളിലേക്ക് മാറ്റാം. അപ്പൊ നിങ്ങളിവിടെ 10�3 ഇട്ടില്ലെങ്കിൽ എന്ത് വരും, 0.049 മൈനസ് 150 ഇൻറ്റു 0.075 ഡിവൈഡഡ് ബൈ n minus 1, 2 minus 1, ഇത്രയും കിലോ ജൂൾ ആയിരിക്കും നിങ്ങളുടെ ആൻസർ. സോ ദ ആൻസർ വിൽ ബി അപ്രോക്സിമേറ്റ്ലി 5.915. 5.92 എവിടെയെങ്കിലും അറ്റ്ലീസ്റ്റ് 6ന്റെ അവിടേക്കെങ്കിലും നിങ്ങൾക്ക് അത് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റിയാൽ മതി. കാരണം ഏകദേശം ഒരു റൗണ്ട് നമ്പറിലേക്ക്, റൗണ്ട് ഡിജിറ്റിലേക്ക് അത് അപ്രോക്സിമേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 5.915 എന്നുള്ള ഓപ്ഷൻസ് അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട്. 5.9, 5.96 അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. 6.1, അപ്പോ അപ്രോക്സിമേറ്റ്ലി 6ലേക്ക് എത്തിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ 5.915 എന്നുള്ളത് എത്തിക്കാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, എ ഗ്യാസ് കണ്ടെയ്ൻഡ് ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് എ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് ഈസ് എക്സ്പാൻഡഡ്. വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഡ്യൂറിംഗ് എക്സ്പാൻഷൻ ഈസ് 50 കിലോജൂൾ. ഡിക്രീസ് ഇൻ ഇന്റേണൽ എനർജി ഈസ് 30 കിലോജൂൾ. ഹീറ്റ് ട്രാൻസ്ഫർ ഡ്യൂറിംഗ് ദിസ് പ്രോസസ് ഈസ് ഈക്വൽ ടു. ഓക്കെ, അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, സൈൻ കൺവെൻഷന് ഇമ്പോർട്ടന്റ് ഉണ്ട്. അപ്പൊ ഹീറ്റിന്റെയും വർക്കിന്റെയും സൈൻ കൺവെൻഷൻ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഒരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് ആഡ് ചെയ്യുന്നതും വർക്ക് നമുക്ക് കിട്ടുന്നതും പോസിറ്റീവ് സെൻസുകളാണെന്നുള്ളത് മനസ്സിലാക്കുക. ഒരു സിസ്റ്റത്തിൽ നിന്ന് വെളിയിലേക്ക് ഹീറ്റ് വരുന്നതും
അതിലേക്ക് വർക്ക് അങ്ങോട്ട് സപ്ലൈ ചെയ്യേണ്ടി വരുന്നതും നെഗറ്റീവ് സൈൻ കൺവെൻഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹീറ്റ് സപ്ലൈഡ് ടു ദ സിസ്റ്റം ഈസ് പോസിറ്റീവ്, ഹീറ്റ് ലിബറേറ്റഡ് ഫ്രം ദ സിസ്റ്റം ഈസ് നെഗറ്റീവ്. അതുപോലെ തന്നെ വർക്ക് ഒബ്റ്റൈൻഡ് ഫ്രം ദ സിസ്റ്റം അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, രണ്ട് രീതിയിലും പറയാം. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണല്ലോ നമുക്കായിട്ട് കിട്ടുന്നത്. സോ ഒബ്റ്റൈൻഡ് ഫ്രം ദ സിസ്റ്റം എന്ന് പറയുന്നതും ആ സിസ്റ്റം വർക്ക് ചെയ്തു എന്ന് പറയുന്നതും രണ്ടും സെയിം ആണ്. അത് പോസിറ്റീവ് ആയിട്ടാണ് എടുക്കേണ്ടത്. ഇനി ഞാൻ അങ്ങോട്ട് വർക്ക് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ, അതായത് ഈ പറഞ്ഞ പോലെയുള്ള പമ്പിന്റെ ഒക്കെ കേസ്, പമ്പിലൊക്കെ നമ്മൾ അങ്ങോട്ട് വർക്ക് കൊടുത്താൽ അത് റൺ ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ടർബൈനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വർക്ക് തരുന്ന ആൾക്കാരാണ്. അപ്പോ പമ്പ് പോലെയുള്ള കേസിലൊക്കെ വർക്ക് അത് കൺസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്, എനർജി കൺസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്. അത്തരം കേസുകളിലൊക്കെ വർക്ക് നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ W എന്നുള്ളത് പോസിറ്റീവ് ആണ്, പ്ലസ് 50 കിലോ ജൂൾ. ഇന്റേണൽ എനർജി ഡിക്രീസ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. therefore ഡെൽറ്റ U is equal to -30 കിലോ ജൂൾ. For a closed system, what is first law? Q is equal to delta U plus W. Okay, ഇതാണ് പോസിറ്റീവ് സെൻസിലുള്ളത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ Q is equal to ഡെൽറ്റ U എന്ന് പറയുന്നത് -30 പ്ലസ് 50 which is equal to 20 കിലോ ജൂൾ. നമുക്ക് പോസിറ്റീവ് ആണ് ആൻസർ കിട്ടുന്നത്. സോ therefore the answer is B, 20 കിലോ ജൂൾ. അവിടെ കാര്യം ശ്രദ്ധിക്കുക, എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സിസ്റ്റത്തിലേക്ക് ഞാൻ അങ്ങോട്ട് 20 കിലോ ജൂൾ വർക്ക് കൊടുത്തു, ഹീറ്റ് കൊടുത്തു. സിസ്റ്റം അതിന് ഓൾറെഡി ഉണ്ടായിരുന്ന എന്തോ ഒരു ഇന്റേണൽ എനർജി അതിന് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 30 കിലോ ജൂൾ കൂടെ ആ ഹീറ്റിന്റെ ഒപ്പം ആഡ് ചെയ്തുകൊണ്ട് ഒരു വർക്ക് അത് നമുക്ക് തന്നു. അതുകൊണ്ട് അതിന്റെ ഇന്റേണൽ എനർജി കുറഞ്ഞു. സോ ആ ഹീറ്റും വർക്കും കൂടെ നമുക്ക് 50 കിലോ ജൂൾ വർക്ക്, ഹീറ്റും ഇന്റേണൽ എനർജിയും കൂടെ നമുക്ക് 50 കിലോ ജൂൾ വർക്കായിട്ട് നമുക്ക് കിട്ടി. ഇതാണ് അതിന്റെ മീനിങ് ആയിട്ട്, ഫിസിക്കൽ മീനിങ് കൂടെ മനസ്സിലാക്കാം. Next question. A reversible heat engine receives 6 kilojoule of heat from a thermal reservoir at temperature 800 Kelvin and 8 kilojoule of heat from another thermal reservoir at a temperature of 600 Kelvin. If it rejects heat to a third reservoir at a temperature of 100 Kelvin, then the thermal efficiency of the engine is approximately equal to. നല്ലൊരു ക്വസ്റ്റൻ ആണ്. ക്ലോഷ്യസ് തിയറം ഒക്കെ വെച്ചുകൊണ്ട്, ഒരു റിവേഴ്സിബിൾ സൈക്കിളിനുള്ള തിയറം ഒക്കെ വെച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. ദിസ് വെരി സിമ്പിൾ പ്രോബ്ലം. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ അറിയാവുന്നവര് ഇത് അറ്റൻഡ് ചെയ്ത് നോക്കുക. വീഡിയോ പോസ് ചെയ്തതിനു ശേഷം ഇതിന്റെ ആൻസർ ചെയ്ത് നോക്കുക. സോ ഞാൻ ഇതിന്റെ ആൻസർ കാണിക്കുന്നുണ്ട്. ദ ആൻസർ ഈസ് 85% എഫിഷ്യൻസി എന്നാണ് വരുന്നത്. ഇറ്റ്സ് എ റിവേഴ്സിബിൾ എഞ്ചിൻ, അതായത് വാട്ട് എവർ പ്രോസസ്സസ് ദറ്റ് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ദിസ് എഞ്ചിൻ, അത് എല്ലാം എന്താണ്, റിവേഴ്സിബിൾ പ്രോസസ്സുകളാണ്, ഐഡിയൽ പ്രോസസ്സുകളാണ്. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യുന്നു നോക്കാം. സോ ഈ പ്രോബ്ലത്തിന്റെ ഒരു സ്കീമാറ്റിക് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ, ദർ ഇസ് എ തെർമൽ എനർജി റിസർവോയർ അറ്റ് 800 കെൽവിൻ, അനദർ തെർമൽ എനർജി റിസർവോയർ അറ്റ് 600 കെൽവിൻ. ഓക്കെ, ഇത് രണ്ടുമാണ് ഈ ഹീറ്റ് എഞ്ചിനിലേക്ക് എനർജി സപ്ലൈ ചെയ്യുന്നത്. ദിസ് ഈസ് യുവർ ഹീറ്റ് എഞ്ചിൻ. വാട്ട് ഈസ് ഹീറ്റ് എഞ്ചിൻ? ഒരു നെറ്റ് ഹീറ്റ് ഇൻപുട്ട് റിസീവ് ചെയ്തുകൊണ്ട് അതിൽ ചില പ്രോസസ്സുകളും സൈക്കിളുകളൊക്കെ നടത്തി ആ സൈക്ലിക് പ്രോസസ്സ് വഴി ഒരു നെറ്റ് വർക്കായിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് ബാക്കി ഹീറ്റിനെ റിജക്ട് ചെയ്യുന്ന ആളാണ് എന്ത്, ഈ പറഞ്ഞ ഹീറ്റ് എഞ്ചിൻ. അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, നമുക്ക് ഒരു സോഴ്സും സിങ്കും ഉണ്ടെങ്കിലേ നമുക്ക് ഒരു ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നുണ്ട്. അത് ഏത് ടൈപ്പ് ഹീറ്റ് എഞ്ചിൻ ആണെങ്കിലും there must be 2 reservoirs at least. അതായത് ഒരു ഹീറ്റ് സപ്ലൈ ചെയ്യാനുള്ള ഒരു റിസർവോയർ വേണം. അതായത് നമ്മൾ സോഴ്സ് എന്ന് പറയും. ഹീറ്റ് എപ്പോഴും ഒരു 100% എഫിഷ്യൻസി ആയിട്ടുള്ള ഒരു ഹീറ്റ് എഞ്ചിൻ പോസിബിൾ അല്ല. ആ ഹീറ്റ് എന്തായാലും റിജക്ട് ചെയ്യണം. ആ റിജക്ട് ചെയ്യുന്ന ഹീറ്റ് ഏത് റിസർവോയറിലേക്കാണോ പോകുന്നത് അതിനാണ് നമ്മൾ സിങ്ക് എന്ന് പറയുന്നത്. ഇവിടെ സിങ്കിന്റെ ടെമ്പറേച്ചർ പറഞ്ഞിട്ടുണ്ട് 100 കെൽവിൻ ആണ് ആ സിങ്കിന്റെ ടെമ്പറേച്ചർ. ഇതാണ് ഒരു സ്കീമാറ്റിക്. നോ, ഈ ഹീറ്റ് എഞ്ചിനിൽ 800 കിലോ ജൂളിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഹീറ്റ് 6 കിലോ ജൂള്, 600 കിലോ ജൂളിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഹീറ്റ് 8 കിലോ ജൂള്. നൗ ദ ഹീറ്റ് എഞ്ചിൻ പ്രൊഡ്യൂസസ് സം വർക്ക് ബൈ എക്സിക്യൂട്ടിംഗ് സം സൈക്ലിക് പ്രോസസ്സസ്. ഹീറ്റ് എഞ്ചിൻ ഒരു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ആണ്. ഈ റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇങ്ങനെ എഴുതാറുണ്ട്, ഈ തിരിച്ച് എഴുതാറുണ്ട്. ദിസ് ഇസ് റിവേഴ്സിബിൾ എഞ്ചിൻ. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത്, സിൻസ് ഇറ്റ് ഇസ് എ റിവേഴ്സിബിൾ എഞ്ചിൻ, സൈക്ലിക് ഇന്റഗ്രൽ dq/t must be 0. ഇത് നമ്മൾ തിയറി പോർഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഫോർ ഓൾ ദ റിവേഴ്സിബിൾ പ്രോസസ്സസ് ദിസ് ഈസ് 0.
ഇവിടെ എഞ്ചിൻ ആണ് റിവേഴ്സിബിൾ, അല്ലെ റിസർവോയർ എന്ന് പറയുന്നത് ജസ്റ്റ് ഹീറ്റിന്റെ സോഴ്സും സിങ്കും മാത്രമാണ്. ഈ എഞ്ചിനിലേക്ക് ഞാൻ ഈ തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ റിസീവ് ചെയ്യുന്ന ഹീറ്റിനെ Q1 എന്ന് കാണിക്കുകയാണ്. ഇതിന്റെ ടെമ്പറേച്ചർ T1, ഇതിന്റെ ഹീറ്റ് Q2, ടെമ്പറേച്ചർ T2. ഇവിടെ റിജക്ട് ചെയ്യുന്ന ഹീറ്റ് ഞാൻ Q3 എന്ന് കാണിക്കുകയാണ്. ദിസ് ടെമ്പറേച്ചർ ഈസ് T3. ഓക്കെ, നൗ അങ്ങനെയാണെങ്കിൽ Q1 by T1 പ്ലസ് Q2 by T2 ഇത് രണ്ടും പോസിറ്റീവ് ഹീറ്റുകളാണ്. ഞാൻ പറഞ്ഞിരുന്നു ഹീറ്റിന്റെ സൈൻ കൺവെൻഷൻ. ഇതാണ് നമ്മുടെ സിസ്റ്റം, ഈ എഞ്ചിനാണ് സിസ്റ്റം. ഈ എഞ്ചിനിലേക്ക് ആഡ് ചെയ്യുന്ന ഹീറ്റുകളാണ് 6 കിലോ ജൂളും 8 കിലോ ജൂളും. അത് രണ്ടും പോസിറ്റീവ് ആയിട്ട് എടുക്കണം. ഇനി ഇത് റിജക്ട് ചെയ്യുന്ന ഹീറ്റ് ആണ് Q3. സോ മൈനസ് Q3 by T3 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ആദ്യം ഈ തിയറം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് Q3 കണ്ടുപിടിക്കാം. എന്തിനാണ് ഈ Q3 കണ്ടുപിടിക്കുന്നത് നമുക്ക് ആ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എഴുതുമ്പോൾ മനസ്സിലാവുക. അപ്പൊ നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 6 divided by 800 plus 8 divided by 600 minus Q3 divided by അല്ലെങ്കിൽ equal to Q3 divided by T3 എന്ന് എഴുതി കൂടെ, divided by 100. സോ 100 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 6 by 8 എന്ന് വരും, which is equal to 3 by 4 plus ഇവിടെ 8 by 6 എന്ന് വരും, which is equal to 4 by 3 is equal to Q3 എന്ന് വരും. 100 cancel ആയി പോകും. Now ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 plus 16 divided by 12 is equal to Q3. That implies Q3 is equal to 25 divided by 12. So this is 25 divided by 12. ഇത്രയും കിലോ ജൂൾ ആണ് നിങ്ങളുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് എഫിഷ്യൻസി, സപ്പോസ് ദിസ് ഈസ് ദ ഹീറ്റ് എഞ്ചിൻ. ഈ ഹീറ്റ് എഞ്ചിനിലേക്ക് ഒരു നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, സിഗ്മ Q. And there is a net work transfer, sigma W. This is a closed system. ഒരു സൈക്ലിക് പ്രോസസ് ആണ്. സൈക്ലിക് പ്രോസസിന്റെ ഫസ്റ്റ് ലോ എന്താണ്? ഫസ്റ്റ് ലോ ഫോർ സൈക്കിൾ, നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫേർഡ് ടു ദ സിസ്റ്റം ഇസ് ഈക്വൽ ടു നെറ്റ് വർക്ക് ട്രാൻസ്ഫർ ഫ്രം ദ സിസ്റ്റം. ദിസ് ഇസ് ദ ഫസ്റ്റ് ലോ ഫോർ എ സൈക്ലിക് പ്രോസസ്. ഒരു സിംഗിൾ പ്രോസസ്സിനെ മാത്രമായിട്ട് പറയുമ്പോഴാണ് നമ്മൾ എന്താ എഴുതാറ്, Q ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് W. 1 നിന്ന് 2 മാറി. ഇനി ഇത് കുറെ പ്രോസസ്സുകളൊക്കെ വഴി വീണ്ടും തിരിച്ച് 1 എത്തിക്കഴിഞ്ഞാൽ വാട്ട് എവർ ഹീറ്റ് ട്രാൻസ്ഫേർഡ് ടു ദ സിസ്റ്റം ഇസ് ഈക്വൽ ടു വാട്ട് എവർ വർക്ക് ട്രാൻസ്ഫർ ഫ്രം ദ സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇതൊരു സൈക്ലിക് പ്രോസസ് ആണ് ഈ എഞ്ചിന്റെ ഉള്ളിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനി നേരത്തെ പറഞ്ഞ പോലെ വാട്ട് ഈസ് ദ എഫിഷ്യൻസി ഓഫ് ദി സിസ്റ്റം? എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഹീറ്റ് ഇൻപുട്ട്. ഓക്കെ, സോ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സിഗ്മ Q നെറ്റിന് ഈക്വൽ അല്ലേ? കാരണം ഇവിടെ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? അതിന് ഞാൻ നെറ്റ് വർക്ക് ഹീറ്റ് സപ്ലൈഡിന് ഈക്വൽ ആണ്. ഡിവൈഡഡ് ബൈ Q ഇൻ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. എപ്പോഴും അവിടെ ശ്രദ്ധിക്കുക, ഹീറ്റ് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഹീറ്റ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, നെറ്റ് ഹീറ്റ് കൊടുക്കരുത്. വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു എഞ്ചിൻ കുറച്ച് ഹീറ്റ് വർക്ക് W1 എന്ന് പറയുന്ന വർക്ക് നമുക്ക് തരുന്നുണ്ട്, പക്ഷെ അതിന്റെ ഒരു ഭാഗം അത് തന്നെ കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ W1 മൈനസ് W2 ആണ് മുകളിൽ കൊടുക്കേണ്ടത്, നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ആണ് കൊടുക്കേണ്ടത്. പക്ഷെ ഡിനോമിനേറ്ററിൽ കൊടുക്കുമ്പോൾ എപ്പോഴും ഹീറ്റ് ഇൻപുട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, നെറ്റ് ഹീറ്റ് കൊടുക്കരുത്. Therefore this is equal to നെറ്റ് ഹീറ്റ് എത്രയാണ് നമുക്ക് കിട്ടാൻ? Q1 പ്ലസ് Q2 മൈനസ് Q3 ഡിവൈഡഡ് ബൈ Q1 പ്ലസ് Q2. This is equation. Okay, Q1 plus Q2. Now this is equal to Q1 1 minus Q3 divided by Q1 plus Q2. അപ്പൊ എന്തിനാണ് നമ്മൾ ആ Q3 കണ്ടുപിടിച്ചെന്നുള്ളത് മനസ്സിലായോ? എഫിഷ്യൻസി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ദിസ് ഇസ് equal. So 1 minus 25 divided by 12 ആണ് ഇത്. Then this is equal to 6 plus 8. Okay, so this is equal to 1 minus 25 divided by 12 divided by 14. So when you simplify this, this is equal to 14 minus 25 divided by 12 all divided by 14. അപ്പോൾ ഇതില് 25 divided by 12 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഞാൻ 2 ആയിട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കാം. നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് ആൻസർ കണ്ടുപിടിച്ച് നോക്കാം. സോ 14 minus 2 divided by 14 ആയിട്ട് ഇൻറ്റു 100% പെർസെന്റേജിലേക്ക് മാറ്റുമ്പോൾ ഇൻറ്റു 100 കൊണ്ട് ചെയ്യണം. സോ ദിസ് ഇസ് ഈക്വൽ അപ്രോക്സിമേറ്റ്ലി 12 by 14 ഇൻറ്റു 100%. 12 by 14 എന്ന് വെച്ചാൽ എത്രയാണ്? 6 by 7 ആണ്. 6 by 7. സോ ഏകദേശം 8 അപ്രോക്സിമേറ്റ്ലി 8 പോയിന്റ് സംതിങ് വരും അല്ലെ? 8 പോയിന്റ് സംതിങ്. സോ 85 ആണ് നമ്മുടെ ആൻസർ. ക്ലോസസ്റ്റ് ആൻസർ അവിടെ ഏതാ കിടക്കുന്നത് നോക്കാം. എക്സാക്ട്ലി 80 എന്തായാലും വരില്ല. സോ 85% ആണ്
അവിടെ ആൻസർ ആയിട്ട് കറക്റ്റ് വരുന്നു. ഓക്കെ, അപ്പൊ 85% അത് അപ്രോക്സിമേറ്റ് ചെയ്ത് കിട്ടുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തന്നെ അവർ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ Q3 നിങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ തന്നെ അതിന് 25/12 എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി 2 കിലോ ജൂൾ ആയിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എഴുതുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്, എഫിഷ്യൻസി എന്ന് പറയുന്നത് നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഹീറ്റ് ഇൻപുട്ട് ആണ്. ഹീറ്റ് ഇൻപുട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അതും ശ്രദ്ധിച്ചാൽ. നെക്സ്റ്റ്, the ratio of specific heats of a gas is 1.4 and the value of specific heat at constant pressure is 7 calorie per mole degree Celsius. The difference between specific heat at constant pressure and specific heat at constant volume will be in same യൂണിറ്റിൽ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യൂണിറ്റ് കൺവേർഷന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ആദ്യം നമുക്ക് റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് ഞാൻ അതിന്റെ ഗാമ എന്ന് കൊടുക്കുകയാണ് 1.4 which is equal to Cp divided by Cv. ഇനി നമുക്ക് തന്നിരിക്കുന്നത് Cp എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 7 ആണ് തന്നിട്ടുണ്ട്. അതിന് യൂണിറ്റ് ഞാൻ വീണ്ടും എഴുതുന്നില്ല, കലോറി പെർ മോൾ, അത് ഓക്കെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെസിഫിക് ഹീറ്റ്സ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. So this implies that Cv is equal to Cp divided by 1.4 or it is equal to 7 divided by 1.4. 7 divided by 1.4 എത്ര വരും? 70/40 10/2 which is equal to 5 എന്നാണ് വരിക, 5. Okay, therefore Cp minus Cv, this is a very simple question. Cp minus Cv is 7 minus 5 which is equal to 2. 2 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. Okay, it's a very simple question. Next question, a reversible Carnot engine operates between 27 degrees Celsius and 1527 degrees Celsius and produces a work of a net power of 400 kilowatt. The change of entropy of the working fluid during the heat addition process is, ശ്രദ്ധിക്കുക, ചേഞ്ച് ഓഫ് എൻട്രോപ്പി ഡ്യൂറിങ് ഹീറ്റ് അഡീഷൻ പ്രോസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നെറ്റ് ചേഞ്ച് ഇൻ എൻട്രോപ്പി അത് റിവേഴ്സിബിൾ സൈക്കിൾ ആണല്ലോ, അതുകൊണ്ട് 0 ആയിരിക്കും. ഇവിടെ നമുക്ക് കാണാനുള്ളത് ഒരു കാർനോട്ട് എഞ്ചിൻ, ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് കാർനോട്ട് എഞ്ചിൻ, റിവേഴ്സിബിൾ എഞ്ചിൻ. ഇതിലേക്ക് ഒരു സോഴ്സ് ഹാവിംഗ് ടെമ്പറേച്ചർ ഓഫ് 1527 ഡിഗ്രി സെൽഷ്യസ്. സോ 1527 പ്ലസ് 273 ചെയ്യണം, 0.081. സോ 1800 കെൽവിൻ ആണ് അതിന്റെ ടെമ്പറേച്ചർ. ഇനി ഇത് റിജക്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ് വിച്ച് ഈസ് 300 കെൽവിൻ. ഇനി ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്ക് തന്നിട്ടുണ്ട്, 400 കിലോ വാട്ട് വർക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സപ്പോസ് Q1 ഈസ് ദ ഹീറ്റ് സപ്ലൈഡ്, Q2 ഈസ് ദ ഹീറ്റ് റിജക്റ്റഡ്. അങ്ങനെയാണെങ്കിൽ ഒരു കാർനോട്ട് സൈക്കിളിന്റെ we have to find the entropy change during heat addition process. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക, ഹീറ്റ് അഡീഷൻ പ്രോസസ്സിൽ എൻട്രോപ്പി ചേഞ്ച് മാത്രമേ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നെങ്കിൽ ഇറ്റ് ഈസ് സിംപ്ലി ഈക്വൽ ടു ഹീറ്റ് ആഡഡ് ഡിവൈഡഡ് ബൈ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സോഴ്സ് ഈസ് മെയിൻറ്റെയിൻഡ്. അതായത് ഒരു തെർമൽ എനർജി റിസർവോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇമാജിനറി ബോഡിയാണ്. അതിൽ നിന്ന് എത്ര ഹീറ്റ് നമ്മൾ വലിച്ചെടുത്താലും എത്ര ഹീറ്റ് അതിലേക്ക് സപ്ലൈ ചെയ്താലും അതിന്റെ ടെമ്പറേച്ചർ മാറില്ല. അത്രയും ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി ഉള്ള ഒരു ഇമാജിനറി ബോഡിയാണ്. അപ്പൊ അത്തരം കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഉള്ള ബോഡീസിന്റെ നിന്ന് ഹീറ്റ് വലിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ച് കാണാനുള്ള ഫോർമുല സിംപ്ലി ദാറ്റ് ഹീറ്റ് ഡിവൈഡഡ് ബൈ വാട്ട്, ടെമ്പറേച്ചർ. ഹീറ്റ് ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ, അത്രയും ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ അറിയേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് ഹീറ്റുകളൊന്നും തന്നിട്ടില്ല, ജസ്റ്റ് വർക്ക് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്, എഫിഷ്യൻസിയും തന്നിട്ടുണ്ട്. സോറി, എഫിഷ്യൻസി അല്ല, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അപ്പൊ ഒരു കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി കാണാനുള്ള ഫോർമുല, അല്ലെങ്കിൽ എനി എഞ്ചിന്റെ എഫിഷ്യൻസി കാണാനുള്ള ഫോർമുല നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഹീറ്റ് ഇൻപുട്ട്. ഇതാണ് ഫോർമുല, നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ബൈ ഹീറ്റ് ഇൻപുട്ട്. കാർനോട്ട് എഞ്ചിനിൽ ദിസ് ഇസ് ഈക്വൽ ടു വാട്ട്? ഈ എഞ്ചിൻ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ എഞ്ചിനിലേക്ക് Q1 ഹീറ്റ് ആഡ് ചെയ്യുന്നുണ്ട്, W1 ഹീറ്റ് W വർക്ക് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, Q2 ഹീറ്റ് റിജക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ ഉള്ളിൽ ഒരു സൈക്ലിക് പ്രോസസ് നടക്കല്ലേ? അങ്ങനെയാണെങ്കിൽ Q1 മൈനസ് Q2 അല്ലേ W എന്ന് പറയുന്നത്? W നെറ്റ് എന്ന് പറയുന്നത് Q1 മൈനസ് Q2 ആണ്. കാരണം എന്താ? ഒരു സൈക്ലിക് പ്രോസസ്സിന് നെറ്റ് ഹീറ്റ് ആഡഡ് ഇസ് ഈക്വൽ ടു നെറ്റ് വർക്ക് ഔട്ട്പുട്ട്. സോ Q1 മൈനസ് Q2 ഈസ് W. Therefore Q1 മൈനസ് Q2 ഡിവൈഡഡ് ബൈ Q1 എന്ന് കൊടുക്കാം. പക്ഷെ കാർനോട്ട് തിയറം പറയുന്നത് എന്താ? ഒരു കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി ഈസ് എ ഫംഗ്ഷൻ ഓഫ്, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ഹീറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് കറസ്പോണ്ടിങ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, അല്ലെ? അതായത് സോഴ്സിൽ നിന്ന് ആഡ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ആ സോഴ്സിന്റെ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. സിങ്കിലേക്ക് റിജക്ട് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ആ സിങ്കിന്റെ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന്റെ ഫംഗ്ഷൻ ആണ്. Therefore this is equal to T1 minus T2 divided by T1 എന്ന് എഴുതാം. ഓക്കെ,
Therefore, efficiency നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. 1800 minus 300 divided by 1800. This is equal to 1500 divided by 1800. Or it is equal to 15 by 18. Or it is equal to what? 3 by 6. Sorry, 5 by 6. 5 by 6 ആണ് അതിന്റെ എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 80% എബോവ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 5 by 6 തന്നെ ഇടാം തൽക്കാലം. ഇനി നമുക്ക് ഈ എഫിഷ്യൻസിയുടെ എക്സ്പ്രഷൻ കിട്ടി. അപ്പൊ ഞാനിതൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. എഫിഷ്യൻസി നമുക്ക് കിട്ടിക്കഴിഞ്ഞു 5 by 6 എന്നുള്ളത്. ഓക്കെ, സോ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 5 by 6. പക്ഷെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? Q1 minus Q2 divided by Q1 ഈക്വൽ ആണ്. Or it is equal to W divided by Q1 ഈക്വൽ ആണ്. ഇതിൽ W നമുക്കറിയാം 400 കിലോവാട്ട് ആണ് W ഡിവൈഡഡ് ബൈ Q1 ഇതാ. ഇതിൽ നമുക്ക് Q1 കണ്ടുപിടിച്ചൂടെ? Q1 is equal to efficiency 400 divided by efficiency. That is equal to 400 divided by 5 by 6, which is equal to 400 into 6 divided by 5. So this is 80. 80 into 6 is 480. 480 kilowatt heat input ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ what is the entropy change? Q1 divided by T1, which is equal to 480 divided by what is the temperature? 1800. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 0.266 ആണ് വരിക. കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, എന്നാലും 0.2 വരെ എത്തിയിട്ട് കാര്യമില്ല. നെക്സ്റ്റ് ഡിജിറ്റും കൂടെ കണ്ടുപിടിച്ചാൽ ഈസിയാണ്. സോ 480 ഡിവൈഡ് ബൈ 180, 48 ഡിവൈഡ് ബൈ 180 വരും. സോ 24 ഡിവൈഡ് ബൈ 90 എന്നുള്ള രീതിയിൽ നമുക്ക് സബ്ട്രാക്ട് ചെറുതാക്കി കൊണ്ടുവരാം. ദിസ് ഈസ് 8 ഡിവൈഡ് ബൈ 30. അങ്ങനെ എഴുതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആൻസർ ബി ആണ് കിട്ടുന്നത്. 0.266 കിലോ വാട്ട് പെർ കെൽവിൻ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഹീറ്റ് എഞ്ചിന്റെ കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു ഐഡിയൽ എഞ്ചിൻ ആണ്. രണ്ട് തെർമൽ എനർജി റിസർവോയറുകൾക്കിടയ്ക്ക് ഒരു നമ്പർ ഓഫ് ഹീറ്റ് എഞ്ചിൻസ് നിങ്ങൾ വെക്കുകയാണെങ്കിൽ കാർനോട്ട്സ് തിയറം പറയുന്നത് എല്ലാ ഹീറ്റ് എഞ്ചിൻസിലും കാർനോട്ട് എഞ്ചിൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉണ്ടായിരിക്കുക. പക്ഷെ കാർനോട്ട് എഞ്ചിനിലെ പ്രോസസ്സുകൾ ഐഡിയൽ ആയതുകൊണ്ട് തന്നെ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതിലെ രണ്ട് ഐസോതെർമൽ പ്രോസസ്സുകളും രണ്ട് അഡിയബാറ്റിക് പ്രോസസ്സുകളും അല്ലെങ്കിൽ റിവേഴ്സിബിൾ ഐസെൻട്രോപിക് പ്രോസസ്സുകളും ചേർന്നിട്ടാണ് റിവേഴ്സിബിൾ അഡിയബാറ്റിക് ആയിട്ടുള്ള ഐസെൻട്രോപിക് പ്രോസസ്സുകളും ചേർന്നിട്ടാണ് കാർനോട്ട് സൈക്കിൾ ഫോം ചെയ്തിരിക്കുന്നത്. അതിലെ ഐസോതെർമൽ പ്രോസസ്സ് ഇൻഫിനിറ്റ്ലി സ്ലോ ആയിട്ടും ഇൻഫിനിറ്റ്ലി ഫാസ്റ്റ് ഒക്കെ ആയിട്ടും ഒക്കെ നടക്കേണ്ട പ്രോസസ്സുകളൊക്കെ അതിലുണ്ട്. അപ്പോൾ അത്തരം പ്രോസസ്സുകൾ വരുമ്പോൾ നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷെ ഇപ്പോഴും നമ്മളൊരു കമ്പാരിസന് വേണ്ടിയിട്ട് റിയൽ പ്രോസസ്സുകൾ നടക്കുന്ന എഫിഷ്യൻസി കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴും നമ്മൾ കാർനോട്ട് സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു തിയറം പറയുന്നത് എന്താണ്? ഈ ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി, കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ വർക്കിംഗ് ഫ്ലൂയിഡ്. അതിൽ കൂടെ എയർ ആണെങ്കിലും വാട്ട് എവർ ഫ്ലൂയിഡ് ആണെങ്കിലും ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ വർക്കിംഗ് ഫ്ലൂയിഡ്. ഇനി എന്തിനാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആ രണ്ട് തെർമൽ എനർജി റിസർവോയറുകളുടെ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന്റെ മാത്രം ഫംഗ്ഷൻ ആണ് അതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, റിയൽ എഞ്ചിൻസിന്റെ എഫിഷ്യൻസി എപ്പോഴും നിങ്ങൾ എങ്ങനെ എഴുതാൻ പാടുള്ളൂ? ദിസ് ഇസ് ഈക്വൽ ടു W നെറ്റ് ബൈ ഹീറ്റ് ഇൻപുട്ട് എന്ന് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഹീറ്റ് ആൻഡ് വർക്ക്. കാർനോട്ട് എഞ്ചിന്റെയും എഫിഷ്യൻസി ഇങ്ങനെ എഴുതാം. പക്ഷെ കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസിക്ക് നമുക്ക് മറ്റൊരു ഫ്രീഡം കൂടി ഉണ്ട്. 1 minus T2 by T1. T2 എന്ന് പറയുന്നത് സിങ്കിന്റെ ടെമ്പറേച്ചർ, T1 എന്ന് പറയുന്നത് സോഴ്സിന്റെ ടെമ്പറേച്ചർ. ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. ടെമ്പറേച്ചറിന്റെ ടേംസിലും എഫിഷ്യൻസി എഴുതാനായിട്ട് പറ്റും. അതിന് കാരണം ഇതാണ്. ഓക്കെ, ഇതാണ് കാർനോട്ട് എഞ്ചിനായിട്ട് റിലേറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂറിംഗ് ദ ചാർജിംഗ് ഓഫ് എ സ്റ്റോറേജ് ബാറ്ററി ദ കറന്റ് ഈസ് 20 ആംപിയർ ആൻഡ് ദ വോൾട്ടേജ് ഈസ് 12.8 വോൾട്ട്. ദ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ ബാറ്ററി ഈസ് 10 watt. What is the rate? At what rate is the internal energy increasing? Okay, അപ്പൊ ഒരു ബാറ്ററി എവിടെയുണ്ട്? ഈ ബാറ്ററിയിൽ ഒരു സർട്ടൺ കറണ്ട് അതിനെ ചാർജ് ചെയ്യാനായിട്ട് 12.8 വോൾട്ടില് 20 ആംപിയർ കറണ്ട് വെച്ചുകൊണ്ടാണ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബാറ്ററിയിൽ നിന്ന് ഹീറ്റ് വെളിയിലേക്ക് പോകുന്നുണ്ട്. ദാറ്റ് ഈസ് അറ്റ് എ റേറ്റ് ഓഫ് 10 watt. അതായത് ഓരോ സെക്കൻഡിലും 10 ജൂൾ ഹീറ്റ് അതിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് വാട്ടിലെ യൂണിറ്റ് വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് വാട്ട് ഈസ് ദ ഇന്റേണൽ റേറ്റ് അറ്റ് വിച്ച് ദിസ് ഇന്റേണൽ എനർജി ഈസ് ചേഞ്ചിങ്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു പാഡിൽ വീൽ വർക്കുകളോ PDV വർക്കുകളോ ഒന്നും അല്ല ഈ ഒരു ക്വസ്റ്റ്യനിലുള്ളത്. പകരം അതിനെ ചാർജ് ചെയ്യുമ്പോഴുള്ള ഇലക്ട്രിക്കൽ വർക്കാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇലക്ട്രിക്കൽ വർക്ക് പല രീതിയിലുള്ള വർക്കുകളുണ്ട്.
അതിൽ മോസ്റ്റ് കോമൺലി നമ്മളൊരു തെർമോഡൈനാമിക്സിൽ ഡിസ്കസ് ചെയ്യാറുള്ളത് ഒരു PdV വർക്കാണ്. ഓക്കെ, ഇവിടെ PdV വർക്കിന് പകരം ഒരു ചാർജിങ് പ്രോസസ്സ് നടക്കുമ്പോൾ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ വർക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ, Q is equal to delta U plus W. Therefore, delta യുടെ ഇക്വേഷൻ Q minus W. ഇനി ഇവിടെ Q നമുക്ക് തന്നിട്ടുണ്ട് 10 വാട്ട് എന്നുള്ളത്. ഇത് പോസിറ്റീവ് വർക്ക് അല്ല, നെഗറ്റീവ് ആണ്. കാരണം നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്ത് ബാറ്ററിയിലേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്യായിരുന്നെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ട് എടുക്കാമായിരുന്നു. ഇത് ആ സിസ്റ്റം എന്ന് പറയുന്ന ബാറ്ററിയാണ്. ബാറ്ററിയിൽ നിന്ന് വെളിയിലേക്കാണ്, സറൗണ്ടിങ്ങിലേക്കാണ് ഹീറ്റ് വരുന്നത്. അതുകൊണ്ട് അത് നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അപ്പൊ നമുക്ക് Q കിട്ടിക്കഴിഞ്ഞു. ഇനി W എങ്ങനെ കാണാം? W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു V into I. ഇലക്ട്രിക്കൽ വർക്ക് കാണാനുള്ള ഫോർമുലയാണ് VI. സോ ദെർഫോർ ദിസ് ഈസ് ഈക്വൽ ടു -10 മൈനസ് ദിസ്. ഇനി വേറൊരു കാര്യം കൂടെ, ഹീറ്റ് സപ്ലൈഡ് ടു ദ സിസ്റ്റം ആണ്. വർക്ക് ഈസ് സപ്ലൈഡ് ടു ദ സിസ്റ്റം. വർക്ക് അങ്ങോട്ടാണ് കൊടുക്കുന്നത്. ബാറ്ററി നമുക്ക് ഇങ്ങോട്ടല്ല വർക്ക് തരുന്നത്. ഈ ഇലക്ട്രിക്കൽ വർക്ക് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഇതും നെഗറ്റീവ് ആണ്. ദെർഫോർ ഇവിടെ ഇക്വേഷനിൽ ഇവിടെ നെഗറ്റീവ് വരുന്നുണ്ട്, ഇത് പോസിറ്റീവ് ആയിട്ട് മാറും. ഓക്കെ, 12.8 into 20. 12.8 into എന്ന് വെച്ച് കഴിഞ്ഞാൽ 256 ആണ് അല്ലെ. 128 into 2 256. സോ -10 plus 256 എന്ന് പറയുമ്പോൾ 246 ആണ് വരിക ആൻസർ. പ്ലസ് 246. അപ്പൊ ഇവിടെ കാര്യം ശ്രദ്ധിച്ചോ, ഓപ്ഷൻ ശ്രദ്ധിച്ച മനസ്സിലാവും. നമ്മളെ നെഗറ്റീവ് സൈൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആൻസർ തെറ്റിപ്പോവും. ഓക്കെ, അപ്പൊ -246 അല്ല, +246 ആണ് ആൻസർ. അതിനർത്ഥം നമുക്ക് അതിന്റെ ഇന്റേണൽ എനർജി ഒബ്വിയസ്ലി ഇൻക്രീസ് ചെയ്യല്ലേ ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും പോസിറ്റീവ് ആണ് ആൻസർ എന്നുള്ളത്. സോ ഇവിടെ ആൻസർ പോസിറ്റീവ് വരാനുള്ള കാരണം ആ വർക്ക് നെഗറ്റീവ് ആയിട്ട് വരുമ്പോൾ അത് ആ ഒരു ഇക്വേഷനിൽ അത് പോസിറ്റീവ് ആയിട്ട് വരുന്നതുകൊണ്ടാണ്. Next question. A reversible heat engine rejects 80% of the heat supplied during a cycle of operation. If the engine is reversed and operates as a refrigerator, then its coefficient of performance shall be. അപ്പോൾ ഹീറ്റ് എഞ്ചിൻ അതുപോലെ തന്നെ റിവേഴ്സ്ഡ് ഹീറ്റ് എഞ്ചിൻസ് ആയിട്ടുള്ള ഹീറ്റ് പമ്പ് അതുപോലെ തന്നെ റെഫ്രിജറേറ്റർ അവരുടെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ബന്ധപ്പെട്ട് അറിയാനുള്ളത്. ഇതൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനും കൂടിയാണ്. ഈ റിവേഴ്സ് ചെയ്തുകൊണ്ടുള്ള കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് കാണാനുള്ള കാര്യം. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന തിയറി എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഫോർമുലകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ഹീറ്റ് എഞ്ചിൻ എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ ഹീറ്റ് എഞ്ചിൻ റിസീവ്സ് ഹീറ്റ് ഫ്രം എ റിസർവോയർ. TH ഹൈ ടെമ്പറേച്ചറുള്ള ഒരു സോഴ്സ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് QH എന്ന് പറയുന്ന ഒരു ഹീറ്റ് അത് റിസീവ് ചെയ്യുന്നു. അത് ഒരു ലോ ടെമ്പറേച്ചറുള്ള സിങ്കിലേക്ക് അത് റിജക്ട് ചെയ്യുന്നു. സപ്പോസ് certain portion റിജക്ട് ചെയ്യും, റിമൈനിങ് പോർഷൻ നമുക്ക് വർക്ക് ആയിട്ട് തരുന്നു. സോ ദാറ്റ് വർക്ക് ഇസ് ഈക്വൽ ടു QH മൈനസ് QL. ഓക്കെ, ഇനി ഇതിലെ പ്രോസസ്സുകളൊക്കെ നേരെ തല തിരിച്ചു വെക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ആരോ ഡയറക്ഷൻ മാത്രം മാറ്റുകയാണ്. അപ്പൊ ഈ ഒരു മെക്കാനിസം വെച്ച് നമുക്ക് രണ്ട് സെപ്പറേറ്റ് എക്യുപ്മെന്റ്സ് പോസിബിൾ ആണ്. ഈ ഹീറ്റ് എഞ്ചിൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ, അതായത് ഒരു ഹയർ ഹീറ്റ് അത് റിജക്ട് ചെയ്യുന്നു. ഒരു ലോവർ ടെമ്പറേച്ചറുള്ള ഒരു സോഴ്സിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുത്തിട്ട് അത് ഹയർ ടെമ്പറേച്ചറുള്ള ഒരു സിങ്കിലേക്ക് അത് റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ, നാച്ചുറലി ഹീറ്റ് ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലേക്ക് മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ അല്ലെ. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നതാണ്, ഹീറ്റ് കനോട്ട് ഫ്ലോ ഇറ്റ് സെൽഫ് ഫ്രം എ ബോഡി അറ്റ് എ ലോവർ ടെമ്പറേച്ചർ ടു എ ബോഡി അറ്റ് എ ഹയർ ടെമ്പറേച്ചർ വിത്തൗട്ട് എൻ എക്സ്റ്റേണൽ എയ്ഡ്. പുറമേ നിന്നുള്ള ഒരു സഹായം ഇല്ലാതെ ലോവർ ടെമ്പറേച്ചറുള്ള ഒരു സോഴ്സിൽ നിന്ന് ഹയർ ടെമ്പറേച്ചറുള്ള ഒരു ബോഡിയിലേക്ക് ഹീറ്റിന് തനിയെ ഫ്ലോ ചെയ്യാനായിട്ടുള്ള കഴിവില്ല. എപ്പോഴും ഒരു ഹയർ പൊട്ടൻഷ്യൽ, അതായത് തെർമൽ എനർജിയുള്ള ഒരു ഭാഗത്തു നിന്ന് ലോവർ എനർജിയിലേക്ക് മാത്രമേ എപ്പോഴും ഫ്ലോ ചെയ്യുള്ളൂ. നാച്ചുറലി എല്ലാ പ്രോസസ്സുകളും അങ്ങനെയാണ്. പക്ഷെ പ്രാക്ടിക്കലി ഇത് എങ്ങനെ നമുക്ക് പോസിബിൾ ആകാം? ക്ലോഷ്യസ് പറയുന്നത് വിത്തൗട്ട് എക്സ്റ്റേണൽ എയ്ഡ് പോസിബിൾ അല്ല എന്നല്ലേ ഉള്ളൂ. അപ്പൊ നമ്മളൊരു എക്സ്റ്റേണൽ എയ്ഡ് ഇതിന് കൊടുക്കുകയാണ്. അതായത് വർക്ക് ഞാൻ അങ്ങോട്ട് കൊടുക്കണം. ഓക്കെ, ഒരു വർക്ക് ഇൻപുട്ട് ഞാൻ കൊടുക്കുകയാണെങ്കിൽ ദിസ് പ്രോസസ് ഈസ് പ്രാക്ടിക്കലി പോസിബിൾ. ഇങ്ങനെ നടക്കുന്ന രണ്ട് എക്യുപ്മെന്റ്സ് ഉണ്ട്. ഇതിനെ ഞാൻ രണ്ട് ഹാഫ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് ഒരു ഹീറ്റ് പമ്പ് എന്ന് പറയുന്ന ഒരാളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ബോട്ടം പോർഷൻ എന്ന് പറയുന്നത് റെഫ്രിജറേറ്റർ എന്ന് പറയുന്ന ഒരാളായിട്ട് കൺസിഡർ ചെയ്യാം. റെഫ്രിജറേറ്റർ. ഓക്കെ, അപ്പൊ എന്താണ് ഒരു റെഫ്രിജറേറ്റർ ചെയ്യുന്നത്? ഒരു ബോഡി ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ബോഡിയെ അതിന്റെ സറൗണ്ടിങ് ആയിട്ടുള്ള ഒരു ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് എന്ത് ചെയ്യണം? ചെറിയ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പൊ നമ്മുടെ വീട്ടിലെ റെഫ്രിജറേറ്റർ ആലോചിച്ചാൽ മതി. അതിന്റെ ഉള്ളിലെ ടെമ്പറേച്ചർ ഒരു -ഡിഗ്രി അല്ലെങ്കിൽ ഒരു 1 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആണെന്ന് വിചാരിക്കാം. ഒരു 1 or 2 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനർത്ഥം
സാധാരണ നിങ്ങൾ ആ റെഫ്രിജറേറ്റർ തുറന്നു വെച്ചാൽ എന്ത് സംഭവിക്കും? അതിന്റെ ചുറ്റുമുള്ള നമ്മുടെ ആംബിയന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 27-30 ° ഉണ്ടെങ്കിൽ ആ ഹൈ ടെമ്പറേച്ചർ ഉള്ള ആ ഒരു സോഴ്സിൽ നിന്ന് ഹീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ആ റെഫ്രിജറേറ്റർ സ്പേസിന്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ആ റെഫ്രിജറേറ്റർ തണുത്ത് നിർത്തണമെങ്കിൽ, അത് ആ ലോവർ ടെമ്പറേച്ചറിൽ നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് അതിൽ നിന്ന് ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്ത് അങ്ങോട്ട് ലീക്കായിട്ട് വരുന്ന ഹീറ്റിനെ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കണം. ഇത് പ്രാക്ടിക്കലി എങ്ങനെ നടക്കുള്ളൂ? ഞാൻ റെഫ്രിജറേറ്ററിന്റെ ഉള്ളിലേക്ക് ഒരു വർക്ക് കൊടുത്ത് സഹായിച്ചാലേ നടക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇലക്ട്രിക്കൽ സപ്ലൈ അതിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് നടക്കാനായിട്ട് ഒരു എക്സ്റ്റേണൽ എയ്ഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് വാട്ട് എവർ ഹീറ്റ് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഈ റെഫ്രിജറേറ്റഡ് സ്പേസിലേക്ക് ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഹീറ്റിനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പുറത്തേക്ക് കളഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ റെഫ്രിജറേറ്റഡ് സ്പേസിനെ ഒരു ലോവർ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. സോ ഇതാണ് റെഫ്രിജറേറ്ററിന്റെ പർപ്പസ്. ഇനി നേരെ ഓപ്പോസിറ്റ് പർപ്പസ് ആണ് ഹീറ്റ് പമ്പ് ചെയ്യുന്നത്. എനിക്കൊരു ബോഡിയെ സറൗണ്ടിങ്ങിൽ നിന്ന് ഒരു ഹയർ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഒരു ഫർണസ് റൂമിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്ലി ഒരു ഹൈ ടെമ്പറേച്ചറിലായിരിക്കും. പക്ഷെ പ്രാക്ടിക്കലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഫർണസ് റൂമിന് വെളിയിലുള്ള ഭാഗത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ ഹീറ്റ് വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഫർണസ് റൂമിന്റെ ഉള്ളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് ജനറേഷൻ നടക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഫർണസ് റൂം ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ അവിടെ നിൽക്കുന്നത് കാണാം. ഇപ്പൊ വളരെ ശൈത്യകാലങ്ങളിലൊക്കെ ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഹീറ്റിംഗ് പ്രോസസ്സ് നടത്തണം വീടിന്റെ ഉള്ളിൽ. നമ്മുടെ നാട്ടിലൊക്കെ എയർ കണ്ടീഷനിങ് ചെയ്യുന്നുണ്ട്. എയർ കണ്ടീഷനിങ് ചെയ്ത് തണുപ്പിക്കുന്ന പ്രോസസ്സാണ് കൂടുതൽ ആവശ്യം വരാറ്. കാരണം നമ്മുടെ ഇക്വേറ്ററിനോട് അടുത്ത ഒരു പ്ലേസ് ആയതുകൊണ്ട്. നേരെ മറിച്ച് യൂറോപ്യൻ കൺട്രീസിലൊക്കെ എക്സ്ട്രീം വിന്റർ വരുമ്പോൾ അവരുടെ ടെമ്പറേച്ചർ ഒരുപാട് കുറഞ്ഞു പോകും. അപ്പൊ നമുക്ക് അതിനെ ഒരു ഹയർ ടെമ്പറേച്ചറിൽ ആ വീടിന്റെ ഉള്ളിലുള്ള സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹീറ്റ് പമ്പ് ഉപയോഗിക്കുന്നു. പക്ഷേ സറൗണ്ടിങ് ടെമ്പറേച്ചർ എക്സ്ട്രീംലി ലോ ആയതുകൊണ്ട് നാച്ചുറലി വീടിന്റെ ഉള്ളിലുള്ള ആ ചൂട് വെളിയിലേക്ക് ലീക്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഹീറ്റ് പമ്പ് എന്ത് ചെയ്യണം? ആ ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഹീറ്റിനെ വലിച്ച് വീണ്ടും ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോ ആ സറൗണ്ടിങ്ങിലുള്ള ലോവർ ടെമ്പറേച്ചറിൽ നിന്നാണ് അവിടെയും ഹീറ്റ് വലിച്ച് ഹയർ ടെമ്പറേച്ചറിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതും പ്രാക്ടിക്കലി നടക്കണമെങ്കിൽ നമ്മളൊരു എക്സ്റ്റേണൽ എയ്ഡ് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ ഇത് രണ്ടും നടക്കുന്നത് ഈ ഒറ്റ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് നോക്കിയാല് റെഫ്രിജറേറ്റർ. ഇനി നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഇന്റൻഡഡ് പർപ്പസ് എന്താണ് ഈ റെഫ്രിജറേറ്ററിന്റെ പർപ്പസ്? എനിക്ക് കൂൾ ചെയ്യേണ്ട ഈ ഒരു പ്ലേസിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും ഹീറ്റ് വലിച്ച് പുറത്തേക്ക് കളഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് റെഫ്രിജറേറ്ററിന്റെ പർപ്പസ്. ഹീറ്റ് പമ്പിന്റെ പർപ്പസ് എന്താണ്? എനിക്ക് ഹയർ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഈ പ്ലേസിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഹീറ്റ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഹീറ്റ് പമ്പിന്റെ പർപ്പസ്, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഹീറ്റ് ആണ് അതിന്റെ ഇന്റൻഡഡ് പർപ്പസ് അല്ലെങ്കിൽ ഡിസയേർഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഡിസയേർഡ് ഇഫക്റ്റ് ഓഫ് എ റെഫ്രിജറേറ്റർ ഈസ് QL. ഡിസയേർഡ് ഇഫക്റ്റ് ഓഫ് എ ഹീറ്റ് പമ്പ് ഈസ് QH. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എഞ്ചിൻ എന്ന് പറയുന്നത് നാച്ചുറലി നടക്കുന്ന പ്രോസസ്സാണ്. ഹയർ ടെമ്പറേച്ചർ ടു ലോവർ ടെമ്പറേച്ചർ നാച്ചുറലി നടക്കുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് വർക്ക് ഇങ്ങോട്ട് കിട്ടുന്നത്. അതിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാനാണ് നമ്മൾ എഫിഷ്യൻസി ഉപയോഗിച്ചത്. ആ ടേം ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇത് റിവേഴ്സ്ഡ് പ്രോസസ്സാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ടേമാണ് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്, COP, which is equal to desired effect divided by work input. Desired effect divided by work input എന്നുള്ളതാണ് അതിന്റെ ജനറൽ ഫോർമുല. സോ വാട്ട് ഈസ് ഡിസയേർഡ് ഇഫക്ട്? അപ്പൊ COP ഓഫ് എ റെഫ്രിജറേറ്റർ എന്തായിരിക്കും? റെഫ്രിജറേറ്റർ ഇസ് ഈക്വൽ ടു ഡിസയേർഡ് ഇഫക്ട് എന്തായിരുന്നു? QL. വർക്ക് ഇൻപുട്ട് എത്രയാണ്? W. COP ഓഫ് എ ഹീറ്റ് പമ്പ് എന്തായിരുന്നു? ഡിസയേർഡ് ഇഫക്ട് QH ആണ്, വർക്ക് ഇതാണത്, അല്ലെ? ഓക്കെ, അപ്പോ വാട്ടെവർ ഹീറ്റ് പമ്പ് ആണെങ്കിലും റെഫ്രിജറേറ്റർ ആണെങ്കിലും ഈ ഫസ്റ്റിലോ ഇതിന്റെ ഉള്ളിൽ കുറെ സൈക്ലിക് പ്രോസസ് ഒക്കെ നടക്കുന്നുണ്ട്. ആ സൈക്ലിക് പ്രോസസ് നടന്നിട്ടാണ് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇതേപോലെ തന്നെ എഴുതുകയാണെങ്കിൽ ഇവിടെ QH എന്ന് പറയുന്ന ഹീറ്റ് വെളിയിലേക്ക് വരുന്നു, W എന്ന് പറയുന്നത് ഉള്ളിലേക്ക് കൊടുക്കുന്നു, QL ഉള്ളിലേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ടെവർ ഇൻപുട്ട് ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട്. സോ QL പ്ലസ് W ഇസ് ഈക്വൽ ടു QH. ഓക്കെ, QL പ്ലസ് W ആണ് QH എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോ W ഇസ് ഈക്വൽ ടു QH മൈനസ് QL. അത് നേരത്തെ ഇത് ഇക്വേഷൻ തന്നെയാണ്. W ഇസ് ഈക്വൽ ടു QH മൈനസ് QL. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഒരു എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു W ഡിവൈഡഡ് ബൈ QH ആണ്. W ഡിവൈഡഡ് ബൈ QH ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഹീറ്റ് പമ്പിന്റെ COP എന്ന് പറയുന്നത് 1/8
എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ അല്ലേ? സെയിം റിസർവോയറുകൾക്കിടയ്ക്ക് വർക്ക് ചെയ്യുന്ന ഒരു ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസിയുടെ റെസിപ്രോക്കൽ ആണ് ഹീറ്റ് പമ്പിന്റെ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഓഫ് റെഫ്രിജറേറ്റർ എഴുതി QL ഡിവൈഡഡ് ബൈ W എന്നുള്ളത്. ദിസ് ഈസ് ഈക്വൽ ടു QL പകരം എനിക്ക് എന്ത് ചെയ്താം, QH മൈനസ് W എന്ന് എഴുതിയിട്ട് QH മൈനസ് W ഡിവൈഡഡ് ബൈ W എന്ന് എഴുതിക്കൂടെ? ദിസ് ഈസ് ഈക്വൽ ടു QH ബൈ W മൈനസ് 1 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ QH ബൈ W എന്നുള്ളത് ഓൾറെഡി COP ഓഫ് എ ഹീറ്റ് പമ്പ് അല്ലേ? Therefore COP of refrigerator is equal to COP of heat pump minus 1. ഈ റിലേഷൻസ് മെയിൻ ആയിട്ട് ഓർത്ത് വയ്ക്കുക. റെഫ്രിജറേറ്ററിന്റെ ഹീറ്റ് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ സെയിം റിസർവോയറുകൾക്കിടയ്ക്ക് വർക്ക് ചെയ്യുന്ന ഒരു ഹീറ്റ് പമ്പിന്റെ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് -1 ആയിരിക്കും. മാത്രമല്ല COP ഓഫ് എ ഹീറ്റ് പമ്പ് എന്ന് പറയുന്നത് 1 ബൈ കറസ്പോണ്ടിങ് ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസിക്ക് റെസിപ്രോക്കൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കും. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹീറ്റ് എഞ്ചിൻ റിജക്ട്സ് 80% ഓഫ് ദ ഹീറ്റ് സപ്ലൈഡ് ഡ്യൂറിങ് എ സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ. If the engine is reversed and operates as a refrigerator, then it's COP. ആൻസർ ആയിട്ട് വരുന്നത് 4 ആണ്. നമുക്ക് ഇതിന്റെ ആൻസർ എങ്ങനെയാണ് വരുന്നത് നോക്കാം. സോ കൺസിഡർ എൻ എഞ്ചിൻ. ഇതിലേക്ക് ഒരു QH എന്ന് പറയുന്ന ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു, QL എന്ന് പറയുന്ന ഹീറ്റ് റിജക്ട് ചെയ്യുന്നു, W ആണ് അതിന്റെ വർക്ക് ഔട്ട്പുട്ട്. ദിസ് ഇസ് എൻ ഹീറ്റ് എഞ്ചിൻ. ഓക്കെ, ഇത് നമുക്ക് തന്നിട്ടുണ്ട് 80% ഓഫ് ഹീറ്റ് സപ്ലൈഡ്, അതായത് 0.8 QH ആണ് അത് റിജക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര അത് വർക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും? ബാക്കിയുള്ള 0.2 QH മാത്രമേ അത് വർക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ. ഇനി നമ്മൾ ഇതിനെ റിവേഴ്സ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ എഫിഷ്യൻസി ഒന്ന് കണ്ടുപിടിക്കാം. എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ QH ആണ്. ദിസ് ഇസ് ഈക്വൽ ടു 0.2 QH ഡിവൈഡഡ് ബൈ QH. ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു ഫ്രാക്ഷൻ തന്നെയാണ് അതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു സിംപ്ലി 0.2. അതായത് 20% എഫിഷ്യൻസി മാത്രമേ ഈ ഹീറ്റ് എഞ്ചിനുള്ളൂ. ഇനി നമുക്ക് ഇതിനെ റിവേഴ്സ് ചെയ്യാം. റിവേഴ്സ് ചെയ്ത് ഹീറ്റ് പമ്പ് ആക്കി കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ COP ഓഫ് ദാറ്റ് ഹീറ്റ് പമ്പ്? COP ഓഫ് ദാറ്റ് ഹീറ്റ് പമ്പ് ഈസ് 1 ബൈ എഫിഷ്യൻസി ഓഫ് ദ കറസ്പോണ്ടിങ് ഹീറ്റ് എഞ്ചിൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ 0.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 5 ആണ് വരിക. ശ്രദ്ധിക്കുക, ഇതൊക്കെ ഡയമെൻഷൻലെസ് പാരാമീറ്റേഴ്സ് ആണ്. COP ഓഫ് ഹീറ്റ് പമ്പ് ഈസ് 5. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് COP ഓഫ് റെഫ്രിജറേറ്റർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു COP ഓഫ് ഹീറ്റ് പമ്പ് -1, which is equal to 5 minus 1, which is equal to 4. 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ അതിന്റെ തിയറിയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലകളും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ പ്രോബ്ലം നിങ്ങൾക്ക് സ്വയം ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടെ നോക്കാം. So the next question, a furnace can supply heat steadily at 1200 Kelvin at a rate of 24,000 kilojoule per minute. The maximum amount of power in kilowatt that can be produced by the heat supplied by this furnace in an environment at 300 Kelvin is. Okay, അപ്പൊ ഇവിടെ പലരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക, ഈ ഫർണസ് എന്ന് പറയുന്നത് ഒരു എന്താണ്, ഒരു സോഴ്സ് ആണ്. 1200 കെൽവിനില് 24,000 കിലോ ജൂൾ പെർ മിനിറ്റ് ഹീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്യുന്ന ഒരു സോഴ്സ് ആയിട്ടാണ് ഈ ഫർണസ് ആക്ട് ചെയ്യുന്നത്. ഇറ്റ് സപ്ലൈ സ്റ്റഡിലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് എൻവയോൺമെന്റ്, ഇതിന്റെ എൻവയോൺമെന്റ് നമുക്ക് വേണമെങ്കിൽ ഒരു സിങ്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെ? സിങ്ക് എന്ന് പറയുന്നത് വാട്ട് എവർ ഹീറ്റ് റിജക്ട് ചെയ്യുന്ന, അല്ലെ എങ്ങോട്ടാണോ ഹീറ്റ് റിജക്ട് ചെയ്യുന്നത് അതാണ് സിങ്ക്. അപ്പോൾ നമ്മൾ ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നല്ലൊരു സോഴ്സും ആണ്, നല്ലൊരു സിങ്കും ആണ്. അപ്പൊ സാധാരണ മിക്കവാറും കേസുകളിൽ ഇപ്പൊ ഈ ഫർണസ് ഒക്കെ പോലെയുള്ള ഹൈ ടെമ്പറേച്ചർ കേസുകളിലൊക്കെ അതൊരു സിങ്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പൊ ആ സിങ്കിന്റെ ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട് 300 കെൽവിൻ. അപ്പൊ ഈ രണ്ട് തെർമൽ എനർജി റിസർവോയറുകളായിട്ട് ഞാൻ ഇവരെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവരിൽ നിന്ന് എനിക്ക് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് ഔട്ട്പുട്ട് എത്രയാണ്? ഒരു എഞ്ചിൻ ഞാൻ ഇവർക്കിടയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് ദ മാക്സിമം വർക്ക് ഔട്ട്പുട്ട് ദാറ്റ് ക്യാൻ ബി ഒബ്റ്റൈൻ ഫ്രം ദാറ്റ് എഞ്ചിൻ? അപ്പൊ ഇവിടെ ഒബ്വിയസ്ലി മാക്സിമം വർക്ക് ഔട്ട്പുട്ട്, മാക്സിമം പവർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അല്ലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതൊരു കാർനോട്ട് എഞ്ചിനായിട്ട് കൺസിഡർ ചെയ്യാം, ഒരു ഐഡിയൽ എഞ്ചിനായിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെ? ഞാൻ പറഞ്ഞിരുന്നു രണ്ട് റിസർവോറുകൾക്കിടയ്ക്ക് മാക്സിമം എഫിഷ്യൻസി തരാൻ പറ്റുന്ന ഒരു എഞ്ചിനാണ് കാർനോട്ട് എഞ്ചിൻ. ആ കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 1 മൈനസ് ലോവർ ടെമ്പറേച്ചർ ബൈ ഹയർ ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 300 by 1200 is equal to 1 minus 1 by 4, which is equal to 3 by 4. അതായത് 75%
മാക്സിമം എഫിഷ്യൻസി ഉള്ള ഒരു എഞ്ചിൻ, കാർനോട്ട് എഞ്ചിൻ വെക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന എഫിഷ്യൻസി. അപ്പൊ ശ്രദ്ധിക്കേണ്ട വേർഡ്സ് മനസ്സിലായോ? മാക്സിമം ഔട്ട്പുട്ട് എന്ന് കാണുകയാണെങ്കിൽ, അതുപോലെ തന്നെ മിനിമം ഹീറ്റ് റിജക്റ്റഡ്, ഇങ്ങനെയുള്ള കീ വേർഡ്സുകൾ കാണുകയാണെങ്കിൽ അത് മനസ്സിലാക്കുക അവിടെ ഒരു ഐഡിയൽ എഞ്ചിൻ ആയിട്ട് അസ്യൂം ചെയ്യാം. കാരണം ഒരു ഐഡിയൽ എഞ്ചിൻ മാത്രമേ ആ കിട്ടുന്ന ഹീറ്റിനെ മാക്സിമം വർക്കായിട്ട് കൺവേർട്ട് ചെയ്തു നമുക്ക് മിനിമം ഹീറ്റ് റിജക്ട് ചെയ്യുള്ളൂ. അപ്പൊ മിനിമം ഹീറ്റ് റിജക്റ്റഡ് മാക്സിമം പവർ ഔട്ട്പുട്ട് എന്നൊക്കെ കാണുമ്പോൾ എപ്പോഴും അതൊരു കാർനോട്ട് എഞ്ചിൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. നോ 3/4 ആണ് അതിന്റെ എഫിഷ്യൻസി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? നമുക്ക് കിട്ടേണ്ടത് വർക്ക് ഔട്ട്പുട്ട് ആണ്. എഫിഷ്യൻസിയുടെ ജനറൽ എക്സ്പ്രഷൻ എന്താ? വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഹീറ്റ് ഇൻപുട്ട് ആണ്. അപ്പൊ അതിൽ നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് ഹീറ്റ് ഇൻപുട്ട് എത്രയാണെന്നുള്ളത്. therefore W is equal to എഫിഷ്യൻസി എത്രയാണ്? 3/4 into 24,000. ഇവിടെയാണ് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്. ഇവിടെ 6,000 എഴുതിയിട്ട് 18,000 ആൻസർ ചെയ്തു. പക്ഷെ ഇതിന്റെ ആൻസർ വരുന്നത് 300 ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ യൂണിറ്റ് ആണ്. ഇത് കണ്ടോ, മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. ഒരു മിനിറ്റില് 24,000 ആണ്. ഇവിടെ നമ്മളോട് കിലോ വാട്ടിലാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ടിൽ വരണമെങ്കിൽ കിലോ ജൂൾ പെർ ഇവിടെ സെക്കൻഡ് ആയിരിക്കണം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഒരു 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത് ശ്രദ്ധിക്കാം. ആ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് അവർ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കാം. സോ ദ ആൻസർ ഈസ് 300 കിലോ വാട്ട് ആണ് നിങ്ങളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സ്വന്തമായിട്ട് ചെയ്തവർ ആരെങ്കിലും തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ആ യൂണിറ്റ് ചെറിയൊരു മിസ്റ്റേക്കാണ്. നമുക്കത് എല്ലാ സ്റ്റെപ്പുകളും കിട്ടി, ലാസ്റ്റ് ആ യൂണിറ്റ് കൊണ്ട് തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ റിഗ്രറ്റ് ഒന്ന് ആലോചിച്ചത്. അപ്പൊ യൂണിറ്റുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്, ഏത് യൂണിറ്റിലാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്നും കൂടെ ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് കോൺസ്റ്റന്റ് പ്രഷർ എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ് 33.3% of heat is converted into work while the temperature rises by 20 Kelvin. The specific heat of the gas at constant pressure as a proportion of work W is. Okay, അതായത് വർക്ക് W ആണ്. വർക്ക് നമുക്കൊന്നും കണ്ടുപിടിക്കാൻ വന്നിട്ടില്ല, ജസ്റ്റ് വർക്കിന്റെ ടേംസിൽ എത്രയാണ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് മനസ്സിലാക്കുക, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വർക്ക് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 33.3% ഓഫ് ഹീറ്റ് സപ്ലൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് 0.33 Q എന്ന് എഴുതാം. അപ്രോക്സിമേറ്റ് ചെയ്ത് 0.33 Q ആണ് ഈ വർക്ക് എന്ന് പറയുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ടെമ്പറേച്ചർ റൈസസ് ബൈ, അതായത് ഡെൽറ്റ ടി എന്ന് പറയുന്നത് 20 കെൽവിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടത് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് heat supplied at constant pressure is Cp delta T. Heat supplied at constant volume is Cv delta T. മാത്രമല്ല ഇത് ഇന്റേണൽ എനർജി ചേഞ്ചിന് ഈക്വൽ ആണ്, ഇത് എൻതാൽപി ചേഞ്ചിന് ഈക്വൽ ആണ് എന്നൊക്കെ നമ്മൾ ഫോർമുല തിയറി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് QP is equal to Cp delta T എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് Q ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, പകരം വർക്ക് തന്നിട്ടുണ്ട്. വർക്ക് തന്നിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് Q? Q is equal to വർക്ക് ഡിവൈഡഡ് ബൈ 0.33 ആയിരിക്കും. That is equal to Cp into delta T നമുക്ക് തന്നിട്ടുണ്ട് 20. Therefore what is Cp? W divided by 0.33 into 20. 0.33 into 20. So this is approximately, what is this answer? പെർസെന്റേജിലേക്ക് മാറ്റാനും പറഞ്ഞിട്ടുണ്ട്. Therefore into പെർസെന്റേജിലേക്ക് മാറ്റുമ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. This is 5. ഈ 0.33 എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി 1/3 അല്ലേ? ദിസ് ഇസ് 1/3. ഇത് മുകളിലേക്ക് പോകുമ്പോൾ 15 ആയിട്ട് മാറും. സോ 15% W ആണ് വരിക. അപ്രോക്സിമേറ്റ് ആൻസർ ഈസ് 15% of W. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സർട്ടൻ പെർഫെക്റ്റ് ഗ്യാസ് ഓഫ് മാസ് 0.01 kilogram occupies a volume of 0.003 meter cube at a pressure of 7 bar and a temperature of 131 degrees Celsius. The gas is allowed to expand until the pressure is 1 bar and the final volume is 0.02 meter cube. What is the molar mass of the gas? Take universal gas constant as 8314.5 joule per kilo mole Kelvin. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാം കിലോ മോളിൽ പെർ കിലോ മോളിൽ തന്നെയാണ് നമുക്ക് കാണേണ്ടതുകൊണ്ട് ആ കൺവേർഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് രണ്ട് സ്റ്റേറ്റുകൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റിലെ മാസ് തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്, പ്രഷർ തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫൈൻഡ്. സെക്കൻഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഇറ്റ് എക്സ്പാൻഡ്സ് അൺടിൽ ദ പ്രഷർ ഈസ് 1 bar ആൻഡ് ഫൈനൽ വോളിയം, ഇത് രണ്ടും തന്നിട്ടുണ്ട്. ഇത് ഏത് ടൈപ്പ് പ്രോസസ് ആണെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളോട് ആകെ ചോദിച്ചിരിക്കുന്ന ഇതിന്റെ മോളാർ മാസ് ആണ്. ഒരു ഓക്സിജൻ എന്ന് പറയുന്ന ഒരാള് എക്സ്പാൻഡ് ചെയ്ത് വേറൊരു സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ മോളിക്കുലർ മാസ് ചേഞ്ച് ചെയ്യും? ഒബ്വിയസ്ലി ചേഞ്ച് ചെയ്യില്ല.
ഒരു പെർഫെക്റ്റ് ഗ്യാസ് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ അതിന്റെ മോളിക്കുലർ മാസിൽ ചേഞ്ച് ഒന്നും വരില്ല. അതുകൊണ്ട് നമുക്ക് ഓരോ സ്റ്റേറ്റിലും ആ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ വാലിഡ് ആയിരിക്കണം. അതായത് P1 V1 is equal to MRT1. Okay, MRT1. P1 V1 pressure volume, T1 is the temperature. M എന്ന് പറയുന്നതിന്റെ മോളിക്കുലർ അതിന്റെ മാസ് ഓഫ് ഗ്യാസ് ആണ്. ശ്രദ്ധിക്കുക, മോളിക്കുലർ മാസ് അല്ല, അത് മാസ് ഓഫ് ഗ്യാസ്. എത്ര എമൗണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് കാണിച്ചിരുന്നത്. ഇനി മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് മോളിക്യൂൾസിന്റെ കാര്യങ്ങളാണ്. ആർ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ഗ്യാസിന്റെ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. എങ്ങനെയാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് നമുക്ക് ഒരു ഗ്യാസ് കോൺസ്റ്റന്റ് കിട്ടുന്നത്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഇസ് ഈക്വൽ ടു ഗ്യാസ് കോൺസ്റ്റന്റ് ഓഫ് ദ ഗ്യാസ്. മോളിക്കുലർ മാസിന് ഞാൻ മ്യൂ എന്ന് കൊടുക്കണം കേട്ടോ. അത് നമുക്ക് ഇഷ്ടമുള്ള സിമ്പിൾ ഉപയോഗിക്കാം. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിനെ മോളിക്കുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു ഗ്യാസിന്റെ ഗ്യാസ് കോൺസ്റ്റന്റ് കിട്ടുന്നത്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ഗിവൺ ഗ്യാസിന്റെ ഗ്യാസ് കോൺസ്റ്റന്റും അതിന്റെ മോളിക്കുലർ മാസും തമ്മിലുള്ള പ്രൊഡക്റ്റ് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇറ്റ്സ് എ യൂണിവേഴ്സൽ കോൺസ്റ്റന്റ്. ഏത് ഗ്യാസിന്റെ മോളിക്കുലർ മാസിനെയും അതിന്റെ മോളാർ ഗ്യാസ് കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് വിളിച്ചത്. Therefore, universal gas constant divided by molecular mass ആണെന്ത്? ഗ്യാസ് കോൺസ്റ്റന്റ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ P1 V1 is equal to M into R എന്നുള്ളത് RU by mu എന്നിടാം into T1. അതിൽ നമുക്ക് mu കിട്ടില്ലേ? സോ mu is equal to MRU T1 divided by P1 V1. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാം സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അപ്ലൈ ചെയ്യാം. ബാർ എന്നുള്ളത്, ഒരു ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁵ പാസ്കൽ ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അറിയണം. ഇനി 131 ഡിഗ്രി സെൽഷ്യസ് നിന്ന് 273 ആഡ് ചെയ്തിട്ട് വേണം കെൽവിനിലേക്ക് മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. സോ 404 ഇത്രയും കെൽവിൻ ആയിരിക്കും അത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ മ്യൂ ഇസ് ഈക്വൽ ടു മോളിക്കുലർ മാസ് ഇസ് ഈക്വൽ ടു എം എത്രയാണ്? 1 × 10⁻⁻2 0.01. ദെൻ RU യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് നമുക്ക് 8314.5. ഇനി T1 എന്നുള്ളത് എത്രയാണ്? ഇറ്റ് ഈസ് 404 ഡിവൈഡഡ് ബൈ P1. P1 ശ്രദ്ധിക്കുക 7 ബാർ ആണ്. 7 ബാർ എന്ന് വെച്ചാൽ 7 × 10⁵ പാസ്കൽ ഇൻറ്റു വോളിയം എത്രയാണ്? 0.003 ഓർ 3 × 10⁻3. ഇതായിരിക്കും നിങ്ങളുടെ ആൻസർ ആയിട്ട് വരിക. സോ ദ അപ്രോക്സിമേറ്റ് ആൻസർ ഈസ് അറൌണ്ട് 16 kg/kmol ആണ് ആൻസർ ആയിട്ട്. 16 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. So the next question is, saturated liquid at a high pressure P1 having enthalpy of saturated liquid 1000 kJ/kg is throttled to a lower pressure of P2 at which the enthalpy of saturated liquid and heat of saturated vapor are 800 and 2800 kJ/kg respectively. The dryness fraction of the vapor after throttling is. ഓക്കെ, ഇപ്പൊ ത്രോട്ട്ലിംഗ് പ്രോസസ്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ തിയറി വീഡിയോസിൽ ഓൾറെഡി ചെയ്തിരുന്നു. അപ്പൊ അതിൽ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഫോർ എക്സാമ്പിൾ ഞാനൊരു മോളിയർ ഡയഗ്രത്തിൽ ഈ പ്രോസസ്സ് നമ്മൾ അവിടെ ചെയ്തിട്ടായിരുന്നു. അതിൽ പക്ഷേ ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പറിന്റെ ത്രോട്ട്ലിംഗ് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്തത്. ഇവിടെ സാച്ചുറേറ്റഡ് ലിക്വിഡിനാണ് എന്ത് ചെയ്യുന്നത്? ത്രോട്ട്ലിംഗ് ചെയ്യുന്നത്. അപ്പൊ ത്രോട്ട്ലിംഗ് പ്രോസസ്സ് മോളിയർ ഡയഗ്രത്തിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആണ്. കാരണം throttling is an isenthalpic process. Enthalpy remains constant. അപ്പൊ ഞാനിവിടെ ഒരു പർട്ടിക്കുലർ പ്രഷർ ലൈൻസുകൾ, 2 പ്രഷർ ലൈൻസുകൾ വരയ്ക്കുകയാണ്. ദിസ് ഇസ് പ്രഷർ P1 ഹയർ പ്രഷർ, ദിസ് ഇസ് ലോവർ പ്രഷർ P2. ഓക്കെ, നൗ ഇവിടെ 1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ, ഓക്കെ ഞാനിത് കുറച്ചുകൂടെ ക്ലോസ് ആക്കിയിട്ട് വരയ്ക്കാം. 1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത് സാച്ചുറേറ്റഡ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ് ഈ ലെഫ്റ്റ് സൈഡിലെ കർവ്, സാച്ചുറേറ്റഡ് വേപ്പർ കർവ് ആണ് റൈറ്റ് സൈഡിലെ കർവ് അല്ലെ. So 1 എന്താണ്? It is saturated liquid at 1000 kJ/kg. അപ്പൊ സാച്ചുറേറ്റഡ് ലിക്വിഡിന്റെ എൻതാൽപി എന്ന് വെച്ചാൽ എന്താണ്? HF1. 1 എന്ന് പറയുന്ന സ്റ്റേറ്റിലെ സാച്ചുറേറ്റഡ് ലിക്വിഡ് എന്ന് പറയുന്നത് HF ആണ് അതിന്റെ എൻതാൽപി വരുന്നത്. ഓക്കെ, HF1 നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അതേ എൻതാൽപി ആയിരിക്കും ത്രൂ ഔട്ട് പ്രോസസ്സിൽ. Therefore P2 എന്ന് പറയുന്ന പ്രഷറിലേക്ക് ആ ലൈൻ ഹൊറിസോണ്ടലി എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ഫൈനൽ മിക്സ്ചറിന്റെ അല്ലെങ്കിൽ ആഫ്റ്റർ ത്രോട്ട്ലിംഗ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഈ വേപ്പർ ഡോമിന്റെ ഉള്ളിലുള്ളതാണ്. അതായത് ഇറ്റ് ഈസ് നൈദർ സാച്ചുറേറ്റഡ് ലിക്വിഡ് നോർ സാച്ചുറേറ്റഡ് വേപ്പർ. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ലിക്വിഡ് ആൻഡ് വേപ്പർ. ഇതിന്റെ ഡ്രൈനസ് ഫ്രാക്ഷൻ അതായത് X2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് നമ്മൾ എടുത്ത് ചെയ്താണെങ്കിൽ HF1 നമുക്ക് തന്നിട്ടുണ്ട് 1000 kJ/kg.
എല്ലാം സ്പെസിഫിക് ടേംസിലാണ് തന്നിരിക്കുന്നത് യൂണിറ്റ് മാസിൽ. ഇനി രണ്ടാമത്തെ കാര്യം തന്നിരിക്കുന്നത് ശ്രദ്ധിക്കാം, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് നമുക്ക് തന്നിരിക്കുന്നത് ഈ P2 എന്ന് പറയുന്ന ഈ ഒരു പ്രഷർ കർവ് സാച്ചുറേറ്റഡ് ലിക്വിഡിലെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നത്, അതാണ് HF2 എന്ന് പറയുന്നത്. അത് തന്നെ സാച്ചുറേറ്റഡ് വേപ്പർ കർവിലെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് HG2. ഓക്കെ, 2 എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ പ്രഷർ സാച്ചുറേറ്റഡ് ലിക്വിഡിലും സാച്ചുറേറ്റഡ് വേപ്പറിലും അവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഈ 2 എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ പ്രഷറിലെ ഒരു മിക്സ്ചറിന്റെ എൻതാൽപ്പി കാണാനുള്ള ഫോർമുല H2 is equal to HF2 plus X2 into Hg2 minus HF2. ഇതാണ് ഫോർമുല. ഏത് പാരാമീറ്റർ ആണെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് സാച്ചുറേറ്റഡ് ഒരു പർട്ടിക്കുലർ പ്രഷറിലെ സാച്ചുറേറ്റഡ് ലിക്വിഡിന്റെയും സാച്ചുറേറ്റഡ് വേപ്പറിന്റെയും ഇതറിയാമെങ്കിൽ, അതായത് അതിന്റെ പ്രോപ്പർട്ടീസ് അറിയാമെങ്കിൽ ഞാൻ ആ പ്രോപ്പർട്ടി പി എന്ന് കൊടുക്കുകയാണ്. പി ഇസ് ഈക്വൽ ടു PF1 PF പ്ലസ് എക്സ് ഇൻറ്റു PG മൈനസ് PF. പ്രോപ്പർട്ടിയാണ് പി എന്ന് കാണിക്കുന്നത്, അല്ലാതെ പ്രഷർ അല്ല. അതായത് എനി പ്രോപ്പർട്ടി ലൈക്ക് സ്പെസിഫിക് വോളിയം, എൻതാൽപ്പി, അതുപോലെ തന്നെ എൻട്രോപ്പി, ഒരു മിക്സ്ചറിന്റെ പ്രോപ്പർട്ടീസ് കാണാനാണെങ്കിൽ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചാൽ മതി. ആ പർട്ടിക്കുലർ പ്രഷറിലുള്ള സാച്ചുറേറ്റഡ് ലിക്വിഡിന്റെ പ്രോപ്പർട്ടി പ്ലസ് മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂസ് ഓഫ് ദാറ്റ് പ്രോപ്പർട്ടി ഓഫ് സാച്ചുറേറ്റഡ് വേപ്പർ ആൻഡ് സാച്ചുറേറ്റഡ് ലിക്വിഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു പ്രത്യേകത എന്താണ്, HF1 എന്ന് പറയുന്നത് H2ന് ഈക്വൽ ആയിരിക്കണം അല്ലെ. ഈ ഒരു പോയിന്റിൽ അതേ എൻതാൽപ്പി തന്നെയാണ് ഇവിടെയും വരുമ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് വാല്യൂസ് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, ഈ 800 എന്ന് പറയുന്നത് ഈ HF2 ആണ്. അതായത് P2 എന്ന് പറയുന്ന പ്രഷറിലെ സാച്ചുറേറ്റഡ് ലിക്വിഡിന്റെ എൻതാൽപ്പിയാണ്. 2800 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് പ്രഷറിലെ തന്നെ സാച്ചുറേറ്റഡ് വേപ്പറിന്റെ എൻതാൽപ്പിയാണ്. അപ്പൊ നമുക്ക് ഈ പോയിന്റ്സുകൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 1000 is equal to 800 plus x into 2800 minus 800. That is equal to, that is 200 is equal to, this is 2000 x. So x is equal to 0.1 നമുക്ക് കിട്ടും. x is equal to 0.1. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പൊ ഡയറക്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, പക്ഷെ അത് ഇത്തരം ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് പ്യുവർ സബ്സ്റ്റൻസിലായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഗ്യാസ് മിക്സ്ചർ കൺസിസ്റ്റ് ഓഫ് 3 kilogram ഓഫ് ഓക്സിജൻ, 5 kilogram ഓഫ് നൈട്രജൻ ആൻഡ് 12 kilogram ഓഫ് methane CH4. The mass fraction and mole fraction of oxygen are. ഓക്കെ, നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് മാസ് ഫ്രാക്ഷനും മോൾ ഫ്രാക്ഷനും ഒക്കെ. അപ്പൊ അതെന്താണ് വരുന്നത് നോക്കാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, മോളിക്കുലാർ മാസും അതുപോലെ തന്നെ തന്നിരിക്കുന്ന മാസും വ്യത്യാസമുണ്ട്. ഓക്സിജന്റെ മോളിക്കുലാർ മാസ് 32 ആണെന്ന് എല്ലാവർക്കും അറിയാം. അതിന് അറ്റോമിക് മാസ് 16 ആണ്. നൈട്രജന്റെ 28 ആണ്. അതിനൊക്കെ ഓരോന്നും അറിയാം. ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 3 kilogram ഓക്സിജൻ തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. ദിസ് ഈസ് കോൾഡ് നമ്പർ ഓഫ് മോൾസ്. അപ്പോ നമ്പർ ഓഫ് മോൾസ് ഞാൻ N എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. N ഓഫ് O2, ഓക്സിജന്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 3 kilogram ഓക്സിജൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 32 ആണ് അതിന്റെ മോളിക്കുലാർ മാസ് എങ്കിൽ 3/32 ആണെന്ത് അതിന്റെ നമ്പർ ഓഫ് മോൾസ് ആയിട്ട് വരും. 3/32. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ, നൈട്രജന്റെ കിട്ടണമെങ്കിൽ നൈട്രജന്റെ തന്നിരിക്കുന്ന 5 kilogram ആണ്. സോ 5 kilogram ഡിവൈഡഡ് ബൈ നൈട്രജന്റെ മോളിക്കുലാർ മാസ് 28 ആണ്. സോ 5/28 ആണ് അതിന്റെ നമ്പർ ഓഫ് മോൾസ്. സിമിലർലി മീഥേൻ CH4, കാർബണിന്റെ 12ഉം ഓക്സിജന്റെ ഹൈഡ്രജന്റെ 1ഉം ആണ്. അങ്ങനെ 4 ഹൈഡ്രജൻ. സോ 16 ആണ് അതിന്റെ മോളിക്കുലാർ മാസ്. സോ NCH4 is 12 divided by 16 which is equal to 3/4. അപ്പൊ 3/32, 5/28 ആൻഡ് 3/4 ആണ് നമുക്ക് വരുന്ന മോളിക്കുലാർ നമ്പർ ഓഫ് മോൾസ്. ഇനി നമുക്ക് ആദ്യം കാണുന്നത് മാസ് ഫ്രാക്ഷൻ ആണ്. അതായത് ടോട്ടൽ മാസ് ഓഫ് ദ മിക്സ്ചറിൽ എത്ര ഫ്രാക്ഷൻ ഓക്സിജൻ ഉണ്ട്. അത് വളരെ ഈസി അല്ലേ ചെയ്യാനായിട്ട്. അതായത് മാസ് ഓഫ് ഓക്സിജൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഇതാണ് മാസ് ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ. ഓക്കെ, ഇനി മാസ് ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ ആണെങ്കിൽ മാസ് ഓഫ് നൈട്രജൻ ബൈ ടോട്ടൽ മാസ്. സോ ദിസ് ഇസ് ഈക്വൽ ടു സിംപ്ലി 3 divided by 3 plus 5 plus 12.
that is equal to 3 divided by ഇത് എത്ര വരും 17 plus 3 20. 3 divided by 20. 3 by 20 എന്ന് വെച്ചാൽ അത് എത്ര വരും 0.15 വരും. അപ്പൊ ഇനി നേരെ നിങ്ങൾ ആൻസറിലേക്ക് നോക്കുക. 0.15 തുടങ്ങുന്ന പക്ഷെ രണ്ട് ആൻസർ നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് മോൾ ഫ്രാക്ഷനും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. സോ ഫസ്റ്റ് മാസ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നത് മനസ്സിലായാലും ഇറ്റ് ഈസ് വെരി ഈസി പ്രോസസ്. നമുക്ക് ഏത് സബ്സ്റ്റൻസിന്റെ ആണോ മാസ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കേണ്ടത് ആ സബ്സ്റ്റൻസിന്റെ മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ്. ഇനി നമുക്ക് മോൾ ഫ്രാക്ഷനും ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം. ടോട്ടൽ മോൾസിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓക്സിജൻ ഉണ്ട്, അതാണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ മോള് കണ്ടുപിടിക്കാൻ അറിയണമെന്ന് മാത്രം. മോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവൺ മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ്. ഓക്കെ, അപ്പൊ നമുക്കത് കണ്ടുപിടിക്കാം. മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ is equal to number of moles of oxygen divided by total number of moles. That is equal to എത്രയായിരുന്നു 3/32 divided by 3/32 plus 5/28 plus 3/4. ഇത് ചെയ്തു നോക്കണം. ചെയ്തു നോക്കുമ്പോൾ ഏകദേശം 0.092 അവിടെയാണ് ആൻസർ വരിക. സോ ഇതിന്റെ ആൻസർ നമുക്ക് ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 0.15 ആൻഡ് 0.092 ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആ മോൾ ഫ്രാക്ഷൻ മാസ് ഫ്രാക്ഷൻ കണ്ടുപിടിച്ചിട്ട് മോൾ ഫ്രാക്ഷൻ ചെയ്തതിന്റെ ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ ഒരു ഓപ്ഷൻ മാത്രമേ 0.15 തുടങ്ങുന്നുണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് ആൻസർ ആയിട്ട് എഴുതും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഗ്യാസ് വെയ്സ് 16 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് അറ്റ് ആൻ അബ്സല്യൂട്ട് പ്രഷർ ഓഫ് 0.25 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് വെച്ചാൽ മെഗാ പാസ്കൽ. What is the gas constant approximately taking G is equal to 9.81 meter per second square? നമുക്ക് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് ഈ ക്വസ്റ്റ്യനിൽ കാണേണ്ടത്. അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. സോ ഫസ്റ്റ് 2 ഡിജിറ്റ് എങ്കിലും കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഓപ്ഷൻസ് ഒക്കെ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്. നമുക്ക് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ യൂണിറ്റ്സ് എന്ന് മനസ്സിലാക്കുക. വെയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ യൂണിറ്റ് പെർ മീറ്റർ ക്യൂബിലാണ്. അതായത് യൂണിറ്റ് വോളിയത്തിലുള്ള വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. അതാണ് ഈ പാരാമീറ്റർ ആണ് വെയിറ്റ് ഡെൻസിറ്റി. വെയിറ്റ് ഡെൻസിറ്റി അല്ലെങ്കിൽ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയും. അതിന് ഞാൻ ഗാമ എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. വിച്ച് ഈസ് ഗിവൺ ബൈ മാസ് ഡെൻസിറ്റി ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് മാസ് ഡെൻസിറ്റി കിട്ടില്ലേ. മാസ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഡെൻസിറ്റി ബൈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ 16 ഡിവൈഡ് ബൈ 9.81 ഇത്രയും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും അതിന്റെ മാസ് ഡെൻസിറ്റി. ഇനി നമുക്ക് വേണ്ടത് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഫോർ ദിസ് ഗ്യാസ് നമുക്ക് ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇതാണെങ്കിൽ പി വി ഈക്വൽ ടു എം ആർ ടി എന്ന് എഴുതാം. പി വി ഈക്വൽ ടു എം ആർ ടി, വി ഈസ് ദ ടോട്ടൽ വോളിയം, എം ഈസ് ദ മാസ്. അങ്ങനെയാണെങ്കിൽ പി ഈസ് ഈക്വൽ ടു വാട്ട്, എം ബൈ വി ഇൻറ്റു ആർ ടി. വാട്ട് ഈസ് മാസ് പെർ യൂണിറ്റ് വോളിയം? അതാണെന്ത് ഈ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. മാസ് ഡെൻസിറ്റി ഈസ് മാസ് പെർ യൂണിറ്റ് വോളിയം. സോ ദിസ് ഈക്വൽ ടു പി ഈക്വൽ ടു റോ ആർ ടി എന്ന് എഴുതാം. സോ ഇതിൽ നിന്ന് നമുക്ക് ആർ ഇസ് ഈക്വൽ ടു പി ബൈ റോ ഇൻറ്റു ടി. ദറ്റ് ഈസ് അബ്സല്യൂട്ട് പ്രഷറിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. 0.25 ഇൻറ്റു 10⁶ ന്യൂട്ടൺ പെർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അത് പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 10⁶ ആയിട്ട് ചെയ്യണം. ഡിവൈഡ് ബൈ റോ എന്നുള്ളത് 16 ബൈ 9.81 ആണ്. സോ 9.81 മുകളിലേക്ക് വരും. ഇൻറ്റു ഇനി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും അബ്സല്യൂട്ട് യൂണിറ്റ്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ 273 പ്ലസ് 25 ചെയ്ത് കഴിഞ്ഞാൽ 89298. ഓക്കെ, സോ ഇത് അപ്രോക്സിമേറ്റ് വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഏകദേശം 514.68 അവിടെയാണ് വരിക. 514 അവിടെയാണ് ആൻസർ വരിക. അപ്പൊ 514 അല്ലെങ്കിൽ 51 എന്നുള്ള 2 ഡിജിറ്റ് എങ്കിലും കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ജിയുടെ വാല്യൂ അപ്രോക്സിമേറ്റ് 10 ആയിട്ട് എടുത്ത് ചെയ്ത് നോക്കാവുന്നതാണ്. ഏകദേശം വരുന്നുണ്ടോ നോക്കാം, അത് കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഇതാണ് അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ സ്റ്റീം ടർബൈൻ വിത്ത് സ്റ്റീം ഫ്ലോ റേറ്റ് ഓഫ് 1 kilogram per second, inlet velocity of steam 100 meter per second, exit velocity 150 meter per second, enthalpy at inlet 2900 kilojoule per kilogram, enthalpy at outlet 1600 kilojoule per kilogram. The power available from the turbine will be nearly. Okay, അപ്പൊ നമ്മൾ കുറെ കേസുകൾ ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ അനാലിസിസ് പറഞ്ഞിരുന്നു. അതിന്റെ ഫസ്റ്റ് ലോ ഒക്കെ നമ്മൾ നോക്കിയിരുന്നു. അത് തന്നെ സൈക്കിൾ ആണെങ്കിലും ഒരു സിംഗിൾ പ്രോസസ്സിനാണെങ്കിലും എങ്ങനെയാണ് ചെയ്തിരുന്നത്. സോ ഫസ്റ്റ് ലോ ഇസ് ബേസിക്കലി എനർജി കൺസർവേഷൻ. പക്ഷെ എല്ലാ സിസ്റ്റംസും നമ്മൾ പ്രാക്ടിക്കൽ ആണെന്ന മിക്കവാറും സിസ്റ്റത്തിലൊക്കെ ഒരു മാസ് ഫ്ലോ റേറ്റ് കൂടെ അതിനോടൊപ്പം ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു പമ്പ് ആണെങ്കിലും ടർബൈൻ ആണെങ്കിലും ബോയിലർ, ഒരു നോസില്, ഡിഫ്യൂസർ, ഇങ്ങനെയുള്ള എല്ലാ സിസ്റ്റത്തിലും മാസ് ഫ്ലോ റേറ്റ് കൂടി ഉണ്ടായിരിക്കും. സോ മാസ് ഫ്ലോ റേറ്റ് വരുമ്പോൾ അതൊരു ഓപ്പൺ സിസ്റ്റം ആയിട്ട് മാറും. ലൈക് ബോത്ത് എനർജി ആൻഡ് മാസ് ക്രോസ് ദ സിസ്റ്റം ബൗണ്ടറി. അതാണ് എന്ത് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അത്തരം കേസുകളിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്യുന്നത്, വിച്ച് ഇസ് കോൾഡ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ എന്നാണ് പറയാം. സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ.
അപ്പൊ ആ ഇക്വേഷൻ എങ്ങനെയാണെന്നും ഈ പ്രോബ്ലത്തിന്റെ അനാലിസിസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. കൺസിഡർ എൻ ഓപ്പൺ സിസ്റ്റം. ഒരു ഓപ്പൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഒരു ഓപ്പണിംഗ് കൊടുക്കണം, ഇൻലെറ്റ് ആൻഡ് എക്സിറ്റ് പോർഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം. സോ ദിസ് ഈസ് യുവർ ഓപ്പൺ സിസ്റ്റം. ഇവിടെ ഇതാണ് ഇൻലെറ്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത്, ഇതാണ് എക്സിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഈ ഓപ്പൺ സിസ്റ്റത്തിന്റെ ബൗണ്ടറി ഫിക്സ്ഡ് ആയിരിക്കും. ഈ ഒരു സിസ്റ്റം, ഈ ഒരു അനാലിസിസ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ബൗണ്ടറിക്കുള്ളിലായിരിക്കും. ഓക്കെ, ദിസ് ഇമാജിനറി ഫിക്സഡ് ബൗണ്ടറി ഈസ് കോൾഡ് കൺട്രോൾ വോളിയം. കൺട്രോൾ വോളിയം. ഓക്കെ, അപ്പൊ കൺട്രോൾ വോളിയം അപ്രോച്ച് ആണ് ഇവിടെ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഓയിലേഴ്സ് അപ്രോച്ച് എന്നൊക്കെ ഞാൻ പറയാറുണ്ട്, കൺട്രോൾ വോളിയം അപ്രോച്ച്. എനിവേ, ഒരു സെർട്ടൺ മാസ് ഫ്ലോ റേറ്റ് M1 ഡോട്ട് ഇതിന്റെ ഉള്ളിലേക്ക് വരികയാണ്, സെർട്ടൺ മാസ് ഫ്ലോ റേറ്റ് M2 ഡോട്ട് ഇതിന്റെ വെളിയിലേക്ക് പോവുകയാണ്. ഓൾറെഡി വരുന്ന ഫ്ലൂയിഡിന് ഒരു ഇന്റേണൽ എനർജി, സ്പെസിഫിക് ഇന്റേണൽ എനർജി U1 ഉണ്ടായിരിക്കും, ഇതിന്റെ പ്രഷർ P1 ഉണ്ടായിരിക്കും, ഇതിന്റെ വെലോസിറ്റി V1 ഉണ്ടായിരിക്കും, ടെമ്പറേച്ചർ T1 ഉണ്ടായിരിക്കും. ഇനി പോകുന്ന ആ ഒരു ഫ്ലോ റേറ്റ് സെയിം ആയിരിക്കണം എന്നില്ല, അതിന്റെ ഇന്റേണൽ എനർജി മാറിയിട്ടുണ്ടായിരിക്കും, അതിന്റെ പ്രഷർ മാറിയിട്ടുണ്ടായിരിക്കും, വെലോസിറ്റി മാറിയിട്ടുണ്ടായിരിക്കും, ടെമ്പറേച്ചർ മാറിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി എപ്പോഴും ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കൽ മാത്രമായിരിക്കില്ല. ചില സിസ്റ്റത്തിൽ നമുക്ക് ഇന്റേണലി അങ്ങോട്ടേക്ക് അതിന് ഹീറ്റ് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മേ ബി അത് ഇൻസുലേറ്റഡ് അല്ലെങ്കിലോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അതിൽ ഹീറ്റ് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. നൗ ഈ സിസ്റ്റം എന്തെങ്കിലും വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതും നമുക്ക് എക്സ്റ്റേണലി കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും പാരാമീറ്റേഴ്സ് ആണ് ഈ ഒരു സിസ്റ്റത്തിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. ഒരു ആർബിട്രറി ഡാറ്റം ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഇൻലെറ്റ് എന്ന് പറയുന്നത് ഒരു Z1 എന്ന് പറയുന്ന ഒരു ഡാറ്റം ഹെഡിലാണ് നിൽക്കുന്നത്, ഒരു സർട്ടൺ ഹൈറ്റിലാണ് നിൽക്കുന്നത്. സിമിലർലി എക്സിറ്റ് എന്ന് പറയുന്നത് വേറൊരു ഡാറ്റം ഹൈറ്റിലാണ് നിൽക്കുന്നത്, Z2. ഓക്കെ, അതായത് ഈ ഇൻലെറ്റിൽ വരുന്ന ആ ഒരു ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ അല്ലെങ്കിൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കില്ല വെളിയിലേക്ക് പോകുമ്പോൾ, അവിടെ ഒരു ഹൈറ്റ് ഡിഫറൻസ് വന്നു. വെലോസിറ്റി മാറുന്നത് കൊണ്ട് തന്നെ കൈനറ്റിക് എനർജി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഒരുപാട് പാരാമീറ്റേഴ്സ് ഒക്കെ മാറുന്നുണ്ട്. പക്ഷെ അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് എനർജി, എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. സോ വാട്ട് എവർ എനർജി ദാറ്റ് ഈസ് എൻറ്ററിംഗ് ദ സിസ്റ്റം മസ്റ്റ് ബി ഈക്വൽ ടു ദ വാട്ട് എവർ എനർജി ലീവിംഗ് ദ സിസ്റ്റം പ്ലസ് ചേഞ്ച് ഇൻ എനർജി ഓഫ് ദ സിസ്റ്റം. അതായത് എനർജി ഇൻപുട്ട് അറ്റ് ഈച്ച് സെക്കൻഡ്, അതിന് ഞാൻ റേറ്റ് ഓഫ് എനർജി ഇൻപുട്ട് എന്ന് കൊടുക്കുന്നു, മൈനസ് എനർജി എക്സിറ്റ്. This must be equal to rate of change of energy of this control volume. ഈ കൺട്രോൾ വോളിയത്തിന്റെ റേറ്റ് ഓഫ് എനർജി അതിന് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പോ ഒരു 1000 കിലോ ജൂൾ എനർജി എൻ്റർ ചെയ്യുന്നു ഒരു സെക്കൻഡിൽ, 1000 കിലോ ജൂൾ എനർജി എൻ്റർ ചെയ്തു, 750 കിലോ ജൂൾ എനർജിയാണ് ഇതിന് വെളിയിലേക്ക് പോകുന്നത്. സോ വാട്ട് ഹാപ്പൻ ടു ദ റിമൈനിങ് 250 കിലോ ജൂൾ? ആ എനർജി അതിൽ സ്റ്റോർ ചെയ്യും അല്ലെ, ബാക്കി എനർജി അതിൽ നമുക്ക് ഒരിക്കലും അത് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അത് ആ കൺട്രോൾ വോളിയത്തിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യും. അപ്പൊ ഓരോ സെക്കൻഡിലും 250 കിലോ ജൂൾ വെച്ചിട്ട് കൺട്രോൾ വോളിയത്തിന്റെ എനർജി ഇൻക്രീസ് ചെയ്ത് വരും. പക്ഷെ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ദ എനർജി ഓഫ് ദ കൺട്രോൾ വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് കൺട്രോൾ വോളിയത്തിന്റെ എനർജിക്ക് പിന്നെ മാറ്റം വരില്ല. അങ്ങനെ മാറ്റം വരാതിരിക്കണമെങ്കിൽ 1000 കിലോ ജൂൾ എനർജി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 1000 കിലോ ജൂൾ തന്നെ വെളിയിലേക്ക് പോകണം. അതായത് വാട്ട് എവർ ടോട്ടൽ എനർജി എൻ്ററിംഗ് ഇൻ ടു ദിസ് കൺട്രോൾ വോളിയം മസ്റ്റ് ബി ഈക്വൽ ടു വാട്ട് എവർ ടോട്ടൽ എനർജി ലീവിംഗ് ദിസ് കൺട്രോൾ വോളിയം അറ്റ് ഈച്ച് സെക്ഷൻ. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ ദ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ജനറൽ ഫോം മാത്രമേ എഴുതുന്നുള്ളൂ. M1 ഡോട്ട് ഇൻറ്റു, അതായത് മാസ് ഫ്ലോ റേറ്റ് അറ്റ് ദ ഇൻലെറ്റ് ഇൻറ്റു U1 പ്ലസ് P1 V1 പ്ലസ്, ഇവിടെ ശ്രദ്ധിക്കണേ, ഞാനിവിടെ ഒരു ലൈൻ ഫോം ചെയ്യുന്നുണ്ട്, പറയാം. V1 സ്ക്വയർ ബൈ 2 പ്ലസ് GZ1 പ്ലസ് Q. ഇവിടെ ഈ ഒരു ടേം V ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് വോളിയാണെന്ന് മനസ്സിലാക്കുക. അതൊന്ന് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ക്യാപിറ്റൽ V എന്ന് എഴുതാണെങ്കിൽ ആവറേജ് വെലോസിറ്റി ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നൗ ഇതാണ് ടോട്ടൽ എനർജി എൻട്രി. U എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ എനർജിയാണ് കാണിക്കുന്നത്. P1 V1 എന്ന് പറയുന്നത് ഒരു ഫ്ലോ എനർജിയാണ് കാണിക്കുന്നത്. അതായത് കണ്ടിന്യൂസ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട ഒരു എനർജി, അതാണ് ഫ്ലോ എനർജി എന്ന് പറയുന്നത്. V1 സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ് കാണിക്കുന്നത്. GZ1 എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിനാണ് കാണിക്കുന്നത്. നിങ്ങൾ ഈ മാസിന് ഉള്ളിലേക്ക് എഴുതി കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ആണെന്നുള്ള ഹാഫ് MB സ്ക്വയർ MGH ആ ഒരു ഫോമിലല്ലേ എടുക്കുന്നത്. അത് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയിലാണ് കാണിക്കുന്നത്. നൗ ഓരോ സെക്കൻഡിലും അതിലേക്ക് എൻ്റർ ചെയ്യുന്ന ഹീറ്റ് ഫ്ലോ റേറ്റ് ആണ് ഇത് വാട്ടിലായിരിക്കും എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഓക്കെ,
ഇവിടെ എല്ലാം നമ്മൾ പറയുന്ന ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി അങ്ങോട്ട് കൊടുക്കുന്നതല്ല, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സിനെ പറ്റിയാണ്. ഒരു ടർബൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മാസിനെ എൻ്റർ ചെയ്ത് പിന്നെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യല്ല. കണ്ടിന്യൂസ് ആയിട്ട് അതിൽ മാസ് എൻ്റർ ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് മാസ് വെളിയിലേക്ക് പോകുന്നുണ്ട്. സോ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും യൂണിറ്റ് സെക്കൻഡിൽ എത്ര എനർജി ഫ്ലോ ചെയ്യുന്നു എന്നുള്ള ടേംസിലാണ് എല്ലാതും പറയാം. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സർട്ടൻ ജൂൾ ഓഫ് ഹീറ്റ് ഈസ് എൻ്ററിങ് ഇൻ ദ സിസ്റ്റം, അതാണ് rate of heat input to the system. Okay, now this must be equal to m2 dot into u2 plus p2 v2 plus v2 square by 2 plus gz2 plus work obtained from the system അല്ലെങ്കിൽ rate of work. ഓരോ സെക്കൻഡിലും എത്ര വർക്ക് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നത്തിങ് ബട്ട് പവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് ഒരു സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷന്റെ ജനറൽ ഫോം. പക്ഷെ ഇതിൽ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ഈ u1 പ്ലസ് p1 v1 അല്ലെങ്കിൽ u പ്ലസ് pv എന്ന് പറയുന്നത് എൻതാൽപ്പി ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇതിന്റെ മറ്റൊരു മോഡിഫൈഡ് ഫോം എന്ന് പറയുന്നത് m1 ഡോട്ട് ഇൻറ്റു h1 പ്ലസ് v1 സ്ക്വയർ ബൈ 2 പ്ലസ് gz1 പ്ലസ് q ഡോട്ട് ഈസ് ഈക്വൽ ടു m2 ഡോട്ട് ഇൻറ്റു u2 പ്ലസ് p2 v2 ഇപ്പൊ എന്തായിരിക്കും, എൻതാൽപ്പി അറ്റ് എക്സിറ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് h2 പ്ലസ് v2 സ്ക്വയർ ബൈ 2 പ്ലസ് gz2 പ്ലസ് w ഡോട്ട്. ഇതാണ് മറ്റൊരു ഫോം. ഓക്കെ, ഇനി ഇതിൽ ഞാൻ എപ്പോഴും നമുക്ക് ഈ എൻട്രി ചെയ്യുന്ന മാസ് ഫ്ലോ റേറ്റും പുറത്തേക്ക് വരുന്ന മാസ് ഫ്ലോ റേറ്റും ഡിഫറെന്റ് ആവണമെന്നില്ല. കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അസ്യൂം ചെയ്യാണ് m1 ഡോട്ട് എന്ന് പറയുന്നത് m2 ഡോട്ടിന് ഈക്വൽ ആണ്. ഞാനിതിനെ കോമൺ ആയിട്ട് m ഡോട്ട് എന്ന് വിളിക്കുകയാണ്. എന്നുവെച്ചാൽ ഓരോ സെക്കൻഡിലും m കിലോഗ്രാം ഓഫ് മാസ് ഈസ് എൻട്രിങ് ഇൻ ദ സിസ്റ്റം ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ലീവിംഗ് ദ സിസ്റ്റം. ഓക്കെ, ആ കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ m ഡോട്ട് ഉള്ള ടേംസിനൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ q ഡോട്ട് മൈനസ് w ഡോട്ട് എന്നുള്ള ഫോമിലേക്ക് ഇക്വേഷൻ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു m ഡോട്ട് ഇൻറ്റു h2 മൈനസ് h1 ഫസ്റ്റ് ടേം പ്ലസ് v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ബൈ 2 സെക്കൻഡ് ടേം പ്ലസ് g ഇൻറ്റു z2 മൈനസ് z1 എന്നുള്ള ടേമിൽ മാറ്റാം. ഓക്കെ, ഇതാണ് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഫോം. ഓക്കെ, അപ്പൊ ഞാൻ ഒരു സിംബോളിക് ആയിട്ട് എഴുതുകയാണെങ്കിൽ q ഡോട്ട് മൈനസ് w ഡോട്ട് ഈസ് ഈക്വൽ ടു m ഡോട്ട് ഇൻറ്റു ഡെൽറ്റ എച്ച് പ്ലസ് ഡെൽറ്റ കെ ഇ പ്ലസ് ഡെൽറ്റ പി ഇ. എന്താണ് ഡെൽറ്റ കെ ഇ? കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസ്, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസ്. എന്താണ് ഡെൽറ്റ പി? എന്താണ് ഞാൻ സ്മോൾ ലെറ്റർ ഉപയോഗിക്കാൻ കാരണം മനസ്സിലായോ? ഒക്കെ യൂണിറ്റ് മാസിലായതുകൊണ്ടാണ്. കാരണം ഓൾറെഡി ഞാൻ മാസ് വെളിയിലേക്ക് എടുത്തു. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എഴുതുന്ന ഓരോ ടേം എന്തായിരിക്കും? യൂണിറ്റ് മാസിലായിരിക്കും. ഉള്ളിലേക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ടോട്ടൽ മാസിന്റെ ടേംസിലേക്ക് മാറുക. ഓക്കെ, അപ്പൊ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് മാസിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ക്ലിയർ ആണോ? ഈ ഫോം എപ്പോഴും ഓർത്ത് വയ്ക്കുക, ഈ രണ്ട് ഇക്വേഷൻസ്. കാരണം കൂടുതലും നിങ്ങൾക്ക് ഈ പ്രോബ്ലം അടക്കം കൂടുതലും ഈ ഒരു ഫോമിലാണ് കൂടുതലും ചോദിക്കാറ്. മാസ് ഫ്ലോ റേറ്റ് അങ്ങനെ ഡിഫറൻറ്റ് വരുന്നതൊക്കെ വളരെ റെയർ ആണ്. കൂടുതലും ഈ ഒരു ഇക്വേഷൻ ആണ് ചോദിക്കാറ്. ഓക്കെ, ഇതാണ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഫോർ യൂണിറ്റ് കോൺസ്റ്റന്റ് മാസ് ഫ്ലോ റേറ്റ്. q ഡോട്ട് മൈനസ് w ഡോട്ട് എന്നുള്ളത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും കാണാൻ പറയാം. ഇനി നമുക്ക് ഒരു ടർബൈന്റെ കേസിലേക്ക് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. ടർബൈനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഒരു ഡൈവേർജിങ് പാസേജ് പോലെയാണ് ഒരു ടർബൈനെ റെപ്രസെന്റ് ചെയ്യുക. പക്ഷെ ടർബൈന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സിമ്പലും കൂടെ കൊടുക്കും, കാരണം ടർബൈൻ ഈസ് എ റൊട്ടേറ്റിംഗ് എക്യുപ്മെന്റ്. അതുകൊണ്ട് ആ റൊട്ടേറ്റിംഗ് എലമെന്റ് ആയിട്ടുള്ള ടർബൈന്റെ റണ്ണർ ഇങ്ങനെ കാണിക്കും, ഒരു ഫാൻ പോലെ. ഇത് വെറുതെ ഇതില്ലാതെയാണ് കാണിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് എ ഡിഫ്യൂസർ, ഒരു ഡൈവേർജിംഗ് പാസേജ്. പക്ഷെ ഇങ്ങനെ കൂടെ കാണിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ടർബൈൻ. ഈ ടർബൈനിലേക്ക് ഇവിടെയാണ് എൻട്രി ചെയ്യുന്നത്, ഇവിടെയാണ് എക്സിറ്റ് വരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ടർബൈനെ ഹൊറിസോണ്ടലി അലൈൻ ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ Z1 Z2 ഈക്വൽ ആയിരിക്കും. അതായത് ദർ ഈസ് നോ സിഗ്നിഫിക്കന്റ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ആൻഡ് കൈനറ്റിക് എനർജീസ്. ഈ കേസിൽ പൊട്ടൻഷ്യൽ എനർജി നെഗ്ലിജിബിൾ ആണ്. അതുകൊണ്ട് Z1 ഈക്വൽ Z2 എന്ന് കൊടുക്കാം. അതുകൊണ്ട് ഡെൽറ്റ പി ഇ എന്ന് പറയുന്ന ടേം എനിക്ക് 0 കൊടുക്കാം. ഇനി സാധാരണഗതിയിൽ നമ്മൾ v1 തന്നെയാണ് അപ്രോക്സിമേറ്റ്ലി v2 ആയിട്ട് തന്നെ എടുക്കാറ്. അതായത് ആവറേജ് വെലോസിറ്റിയിൽ കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. ഇനി അവര് വെലോസിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്, നല്ല ഡിഫറൻസ് ഉണ്ട്, രണ്ട് വെലോസിറ്റിയും തന്നിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഏതൊക്കെ പാരാമീറ്റർ ആണോ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഈക്വൽ ആയിട്ട് എടുക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അത് ഈക്വൽ ആയിട്ട് എടുത്തുകൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഇനി ചില കേസുകളിൽ ടർബൈൻ പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് എന്നൊക്കെ പറയും. പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് ഇങ്ങനെയാണ് കാണിക്കുക. ഇൻസുലേറ്റഡ് ആണെങ്കിൽ Q എത്രയായിരിക്കും? Q ഡോട്ട് വിൽ ബി 0. അപ്പൊ ടർബൈൻ ഒരു വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പൊ ഒരു സെർട്ടൺ എന്താൽപ്പി ഉള്ള ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നു, സെർട്ടൺ എന്താൽപ്പി ഉള്ള ഫ്ലൂയിഡ് എക്സിറ്റ് ചെയ്യുന്നു. ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഈ കേസിൽ ഡെൽറ്റ കെയും കൂടെ 0 എടുക്കുകയാണ്, ക്യൂ 0 എടുക്കുകയാണ്, ക്യൂ ഡോട്ട് 0 എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ടർബൈന്റെ കേസിൽ ഈ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് മാറിയില്ലേ? 0 മൈനസ് ഡബ്ല്യു ഡോട്ട് ഇസ് ഈക്വൽ ടു എം ഡോട്ട് ഇൻറ്റു ഡെൽറ്റ എച്ച് എന്ന് മാത്രമായിട്ട് മാറി. ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഡോട്ട് ഇൻറ്റു H2 മൈനസ് H1 or W is equal to m dot into H1 minus H2. ഇതിന്റെ മീനിങ് മനസ്സിലാക്കി വെക്കുക. ടർബൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു ഡിഫറൻസ് ബിറ്റ്വീൻ എൻതാൽപ്പി അറ്റ് ദ ഇൻലെറ്റ് ആൻഡ് എക്സിറ്റ്. ടർബൈൻ നമ്മൾക്ക് വർക്ക് തരുന്ന ആളാണ്, വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്, കൺസ്യൂം ചെയ്യുന്ന ആളല്ല. അപ്പൊ എന്താണ് ഈ ടർബൈൻ ചെയ്യുന്നത്? ഒരു സെർട്ടൺ എൻതാൽപ്പി, ഹൈ എൻതാൽപ്പി ഉള്ള ഒരു ഫ്ലൂയിഡ് ഞാൻ അതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ എൻതാൽപ്പി, അതായത് ഹീറ്റ് എനർജി ഉപയോഗിച്ചുകൊണ്ട് ഒരു വർക്കായിട്ട് അത് കൺവേർട്ട് ചെയ്ത് നമ്മൾക്കൊരു വർക്ക് തരുന്നു. അതിനോടൊപ്പം അതിന്റെ ഹീറ്റ് എനർജി കുറഞ്ഞു വരും. അങ്ങനെ ലെസ് എൻതാൽപ്പി ഉള്ള ഒരു ഫ്ലൂയിഡ് ആയിട്ട് നമുക്ക് അത് എക്സിറ്റിൽ കിട്ടുന്നു. സോ ദിസ് ഡിഫറൻസ് ഇൻ എൻതാൽപ്പി റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? നമുക്ക് ടർബൈൻ പ്രൊഡ്യൂസ് ചെയ്ത വർക്കാണ്. ഇനി നമുക്കിത് പ്രോബ്ലത്തിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം. ഇവിടെ ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് മാസ് ഫ്ലോ റേറ്റ് ഈസ് 1 കിലോഗ്രാം പെർ സെക്കൻഡ്. ഇൻലെറ്റ് വെലോസിറ്റിയും എക്സിറ്റ് വെലോസിറ്റിയും സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് അങ്ങനെ തന്നെ എടുക്കണം. V1 ഈസ് 100 മീറ്റർ പെർ സെക്കൻഡ്, V2 ഈസ് 150 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ എൻതാൽപ്പി അറ്റ് ദ ഇൻലെറ്റ്, അതായത് H1 തന്നിട്ടുണ്ട് 2900 കിലോ ജൂൾ പെർ കിലോഗ്രാം, ആൻഡ് എക്സിറ്റിലെ ഇതാണ് H2 എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് H1, ദിസ് ഈസ് H2. ഓക്കെ, അത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്തായിരുന്നു? W is equal to W dot is equal to m dot into delta H plus delta KE. ഇവിടെ കൈനറ്റിക് എനർജിയിലെ ഡിഫറൻസും കൂടെ എടുക്കണം, വെലോസിറ്റി ഡിഫറൻസ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ തന്നെ എടുക്കണം. സോ ദിസ് കേസ് W dot is equal to m dot എത്രയാണ്? 1 ആണ്. 1 into delta H എന്ന് പറഞ്ഞാൽ H2 minus H1, അതായത് 1600 minus 2900. ഓക്കെ, അപ്പൊ ഇവിടെ മൈനസ് W കൊടുക്കണേ. H2 minus H1 എടുക്കുമ്പോൾ ഇവിടെ മൈനസ് W കൊടുക്കണം. പ്ലസ് V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ബൈ 2. V2 സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 150 സ്ക്വയർ മൈനസ് 100 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇതാണ് നിങ്ങളുടെ മൈനസ് W. അപ്പൊ അതിൽ നിന്ന് നമുക്ക് W ഡോട്ട് അല്ലെങ്കിൽ മൈനസ് W ഡോട്ട് ആയി തന്നെ എഴുതാം. ഇത് എത്ര വരും? 1300 എന്ന് വരും അല്ലെ. സോ ദിസ് മൈനസ് 1300 പ്ലസ് ഇതിനെ എ പ്ലസ് ബിന്റെ എ മൈനസ് ബി ആയിട്ട് എഴുതി കഴിഞ്ഞാൽ 150 പ്ലസ് 100 എന്ന് വെച്ച് കഴിഞ്ഞാൽ 250 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 2 എന്നാണ് വരിക. സോ ദിസ് ഈസ് 250 ഇൻറ്റു 25, സോ 6250. അപ്പൊ ഇവിടെയാണ് നമുക്ക് വരുത്തുന്ന ഒരു മിസ്റ്റേക്ക്. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് വാല്യൂ വരും. ഇതിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇത് കിലോ ജൂളിലാണ്. ഈ കിലോ ജൂള് മാറ്റിയിട്ട് ജൂൾ ആക്കണം, ഇൻറ്റു 1000 ചെയ്യണം. അത് തെറ്റിക്കരുത്. കാരണം ഇവിടെ നമ്മൾ വെലോസിറ്റി ഇടുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ജൂളിലാണ് കൈനറ്റിക് എനർജി കിട്ടുന്നത്. ഒരെണ്ണം കിലോ ജൂൾ ഒരെണ്ണം ജൂളും നമ്മൾ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇപ്പോഴും ഈ എൻതാൽപ്പിയുടെ ടേംസിനെ ജൂളിലേക്ക് മാറ്റാനായിട്ട് മറക്കരുത്, അത് തെറ്റിപ്പോവും. സോ ഇവിടെ ഇൻറ്റു 10⁻³ എന്നും കൂടി ഉണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ ഈസ് വെരി ക്ലോസ് ടു 1300 കിലോ വാട്ട്, ഏകദേശം 1300. അത്രയും കിലോ വാട്ടിൽ നിന്ന് സ്ലൈറ്റ്ലി കുറവായിരിക്കും അതിന്റെ ആൻസർ. സോ the probable answer is 1293.8. ഐഡിയ മനസ്സിലായോ? അപ്പൊ ഞാനത് ആ ഒരു ഭാഗം ഒന്നും കൂടെ പറയാം, ആ യൂണിറ്റ് കൺവേർഷൻ തെറ്റിക്കരുത്. ഓക്കെ, അപ്പൊ എക്സാക്ട്ലി നിങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെ വരും? W ഡോട്ട് ഇസ് ഈക്വൽ ടു 1300, ഇത്രയും കിലോ വാട്ട്, ഇത് ഇത്രയും കിലോ വാട്ടായി. ഇവിടെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 6250 വാട്ട് എന്നാണ് കിട്ടുക. അതിനെ മാറ്റുമ്പോൾ എന്തായിട്ട് മാറും? മൈനസ് 6.25 കിലോ വാട്ട് എന്നായിട്ട് മാറും. ഓക്കെ, അപ്പൊ ഒന്നുകിൽ രണ്ടും വാട്ടിൽ ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും കിലോ വാട്ടിൽ ചെയ്യാം. അപ്പൊ നമ്മുടെ ആൻസർ സ്ലൈറ്റ്ലി ലെസ് ദാൻ 1300 ആയിരിക്കണം. Therefore the answer is D. ക്ലിയർ ആണെങ്കിൽ വരും. So the next question, 2 cylindrical vessels of 2 meter cube each are interconnected through a pipe with a valve in between. Initially the valve is closed and the vessel has 20 kilogram air. One vessel has 20 kilogram air while 4 kilogram of air is there in the second vessel. Assuming the system to be at 27 degrees Celsius temperature initially and perfectly insulated, what is the final pressure in vessels after the valve is opened to attain equilibrium? Okay, ലോങ് ക്വസ്റ്റ്യൻ പോലെയാണ്, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ഇത് ഫിസിക്കലി ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു പിക്ചർ ആയിട്ട് ആദ്യം നോക്കാം. അപ്പൊ ആദ്യമായിട്ട് നമുക്കൊരു 2 മീറ്റർ ക്യൂബ് വോളിയുള്ള ഒരു വെസൽ ഉണ്ട്. ഈ വെസല് ഒരു പൈപ്പ് വഴി വേറൊരു വെസലായിട്ട് കണക്റ്റഡ് ആണ്. ബോത്ത് സിസ്റ്റംസ് ആർ പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ്. അപ്പൊ എക്സ്റ്റേണലി വേറെ ഹീറ്റ് ട്രാൻസ്ഫറോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. ഇതിന്റെയും വോളിയം സെയിം തന്നെയാണ്. അതുകൊണ്ട് ഏകദേശം സെയിം ആയിട്ട് തന്നെ വരയ്ക്കണം. വരയ്ക്കുമ്പോൾ ഓക്കെ, എൻ്റയർ സിസ്റ്റം ഈസ് ഇൻസുലേറ്റഡ്. ഇൻസുലേഷൻ നമ്മൾ ഇങ്ങനെയാണ് കാണിക്കുക സാധാരണ. മാത്രമല്ല കമ്പയർഡ് ടു ദ വെസൽ വോളിയം, ഈ പൈപ്പിന്റെ വോളിയം വേണമെങ്കിൽ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. ഇവര് തമ്മിൽ ഇവിടെ ഒരു വാൽവ് ഉണ്ട്. ഈ വാൽവ് വഴി ഇപ്പൊ സെപ്പറേറ്റഡ് ആണ്. ഓക്കെ, നൗ ഇയാളുടെ വോളിയം 2 മീറ്റർ ക്യൂബ് ആണ്, ഇയാളുടെ വോളിയം 2 മീറ്റർ ക്യൂബ് ആണ്. ഇവിടെ ആദ്യത്തെ വെസലില് 20 കിലോഗ്രാം മാസ് ആണുള്ളത്, അടുത്ത വെസലില് 4 കിലോഗ്രാം മാസ് ആണുള്ളത്. രണ്ടുപേരും 27 ഡിഗ്രി സെൽഷ്യസിലാണ്. അതായത് രണ്ടുപേരും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അതായത് മിക്സ് ആയി കഴിഞ്ഞാലും ഇവരുടെ ടെമ്പറേച്ചറിന് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോ ഇവിടെ വ്യത്യാസം വരുന്നത് ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മാസിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് ഉള്ളത്. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി ഞാൻ ഈ വാൽവ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ഇന്റർമിക്സിംഗ് നടക്കും. ഇന്റർമിക്സിംഗ് നടക്കുമ്പോൾ ടെമ്പറേച്ചർ സെയിം തന്നെയാണ്. സോ ആഫ്റ്റർ മിക്സിംഗ് നമുക്ക് എന്തൊക്കെ പാരാമീറ്റർ ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്? ടെമ്പറേച്ചർ എന്തായാലും എന്തായിരിക്കും? 27 ഡിഗ്രി സെൽഷ്യസ്, അതായത് 300 കെൽവിൻ തന്നെയായിരിക്കും. ഇനി ആഫ്റ്റർ മിക്സിംഗ് വാട്ട് ഈസ് ദ വോളിയം? 2 + 2 അല്ലെ, ടോട്ടൽ വോളിയം. ആ പൈപ്പിന്റെ വോളിയം നമുക്ക് നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ 4 മീറ്റർ ക്യൂബ് ആണ് ഫൈനൽ വോളിയം. ഇനി ആഫ്റ്റർ മിക്സിംഗ് വാട്ട് ഈസ് ദ ടോട്ടൽ മാസ്? 20 + 4 വിച്ച് ഈസ് 24 കിലോഗ്രാം. ഓക്കെ, ഇവിടെ എയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എയർ ആണ് രണ്ട് ഇതിലുള്ളത്. അസ്യൂമിങ് എയർ ടു ബി എൻ ഐഡിയൽ ഗ്യാസ് അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഗ്യാസ് ആയിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ we can apply ideal gas equation PV is equal to MRT. നമുക്ക് വേണ്ടത് എന്താണ്? വാട്ട് ഈസ് ദ പ്രഷർ? ഫൈനൽ പ്രഷർ ആഫ്റ്റർ മിക്സിംഗ് ആണ് നമുക്ക് വേണ്ടത്. ഇനി എയറിന്റെ ഗ്യാസ് കോൺസ്റ്റന്റ് അറിഞ്ഞിരിക്കുക. 287 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് എയറിന്റെ മാസ്, ഈ എന്ത് ഗ്യാസ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. എയറിന്റെ മോളിക്കുലാർ മാസ് ആവറേജ് വാല്യൂ ആയിട്ട് 18 ആണ് എടുക്കാറ്. സോ 287 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് എയറിന്റെ ഗ്യാസ് കോൺസ്റ്റന്റ്. സോ ഇവിടെ നിന്ന് നമ്മൾ പി എഴുതുകയാണെങ്കിൽ MRT ഡിവൈഡഡ് ബൈ V എന്ന് എഴുതാം. സോ എം എന്ന് പറയുന്നത് 24, ആർ എന്ന് പറയുന്നത് 287, ടി എന്ന് പറയുന്നത് 300 ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറയുന്നത് 4 മീറ്റർ ക്യൂബ് ആണ്. സോ ഇത് അപ്രോക്സിമേറ്റ്ലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 516 തുടങ്ങുന്ന ഒരു ആൻസർ ആണ് കിട്ടുക. 516. ആ ആൻസർ ഏതാ നോക്കാം. സോ കിലോ പാസ്കലിലേക്കാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. കിലോ പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ 1000 ചെയ്യണം. അപ്പൊ ഞാൻ ആ കാൽക്കുലേഷൻ ഒന്നും കൂടെ എഴുതാം. അതായത് 24 × 287 × 300 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 1000 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ കിലോ പാസ്കലിന്റെ ആൻസർ കിട്ടും. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 516 ആണ്. കാരണം ഇവിടെ 51.66 ആൻസറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. 516 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോ ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യാനുള്ളത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടിക്കലി ആയിട്ടുള്ള ചില പ്രോബ്ലംസ് മുന്നേ ചോദിച്ചതൊക്കെയാണ് ഇതൊക്കെ പല എക്സാംസിനും. അപ്പോ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ വർക്ക്ഔട്ട് ചെയ്യുക. ഒരുപാട് ഫോർമുലകൾ ഉണ്ട്, ഫോർമുലകൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. സ്വയം എഴുതി നോക്കുന്നതാണ് ബെറ്റർ റിവിഷൻ ഏറ്റവും നല്ല മാർഗം. മാക്സ്വെൽസ് റിലേഷൻ എന്നുള്ള ഹെഡിങ് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ റിലേഷൻസ് എഴുതാൻ പറ്റുന്നുണ്ട് അത് സ്പീഡപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മിസ്സായി പോകുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്ത് വീണ്ടും അത് ഉറപ്പിക്കാം. അപ്പൊ നമുക്ക് വേറൊരു സബ്ജക്റ്റ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.